വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ആഷിക് അബുവിനെ, അല്ല ആന്റണി വർഗീസിനെ. ഹാർട്ടി വെൽക്കം പെപ്പെ ഓൺ സ്റ്റേജ്. ഒരു മൈക്ക് തരുമോ നമുക്ക്? പെപ്പെ, ഫോർമൽ ആയിട്ടുള്ള കോൺവെർസേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ വിദ്യാർത്ഥികളോട് എന്തെങ്കിലും ഒരു 2 വാക്ക് പറഞ്ഞിട്ട് ലെറ്റ്സ് സിറ്റ് ഡൗൺ. എന്നാലും സിനിമ കാണണ്ടേ? ഉള്ള ആൾക്കാരുണ്ടായിരുന്നല്ലേ ഞാൻ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ഇങ്ങനൊരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ സിനിമ ദാവീദ് ഫെബ്രുവരി 14 റിലീസാണ്. അപ്പോൾ ഇത്രയും നാളെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനി ഉണ്ടാവണം. പടം കാണൂലേ? ഓക്കെ, അപ്പോൾ അത് മതി. അപ്പോൾ ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. താങ്ക് യു. അപ്പോൾ അങ്കമാലി ഡയറീസിൽ തുടങ്ങി ദാവീദ് വരെ എത്തി നിൽക്കുന്ന സിനിമ യാത്രയാണ് നമ്മുടെ ആന്റണി വർഗീസ് പെപ്പയുടേത്. ഹിൽ ബി ജോയിൻഡ് ഇൻ കോൺവെർസേഷൻ ബൈ ശ്രീ മനീഷ് നാരായൺ. അദ്ദേഹം മനീഷ് ഇവിടെ ഉണ്ട്. ദാവീദിൻ്റെ അണിയറ പ്രവർത്തകരും ആദ്യത്തെ അരമണിക്കൂറിന് ശേഷം നമ്മളോടൊപ്പം വേദിയിൽ ചേരും. ദി എൻറ്റയർ ക്രൂ ഓഫ് ദ മെയിൻ ക്രൂ ഓഫ് ഫിലിം ദാവീദ് ഹാസ് കം ഹിയർ ടു ടോക്ക് ടു യു, ടു ഇന്ററാക്ട് വിത്ത് യു. സസ്നേഹം സ്വാഗതം ശ്രീ മനീഷ് നാരായൺ. ഹലോ. ഓക്കെ, നമസ്കാരം. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസിലുള്ള സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൻ്റെ സെഷനിലാണ്. ഹൈ വോൾട്ടേജ് ദ ആക്ഷൻ കോഡ് എന്നൊക്കെ പറഞ്ഞ് കനപ്പെട്ട ടൈറ്റിലൊക്കെ ഇട്ടിട്ടാണ് പെപ്പയുടെ കൂടെ ഇരിക്കുന്നത്. പെപ്പയെ ഞാൻ ഏതാണ്ട് ഒരു 2 മണിക്കൂർ ഒരു മാസത്തിനുള്ളിൽ സംസാരിച്ച് കഴിഞ്ഞതാണ്, ഒരു ലോങ് കോൺവെർസേഷൻ. എന്തായാലും ഇതൊരു കുറച്ചൊരു ഇൻറ്ററാക്റ്റീവ് സെഷൻ എന്നുള്ള രീതിയിലാണ്. ആദ്യം ചോദിക്കാനുള്ളത്, ഫെബ്രുവരി 14 ഒരു വാലൻറ്റൈൻസ് ഗിഫ്റ്റൊക്കെ ആയിട്ടൊരു റോം കോമൊക്കെ വരേണ്ടടുത്താണ് ഒരു ആക്ഷൻ ബോക്സിങ് ഓറിയൻറ്റേഷനുള്ളൊരു പടം വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ നേരത്തെ നമ്മൾ തന്നെ ഓൾറെഡി സംസാരിച്ചു, ഒരു കംപ്ലീറ്റ് ആക്ഷൻ പാക്കേജ് അല്ല, അതിലൊരു ഇമോഷണൽ ഫാമിലി ഡ്രാമ ഉണ്ടെന്ന്. എന്നാൽ പോലും ഓഡിയൻസിനോട് ദാവീദിനെ കുറിച്ച് പറയാനുള്ളതാ, ദാവീദിനെ കുറിച്ചും ആഷിഖ് അബുവിനെ കുറിച്ചും. നമസ്കാരം. ദാവീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടർ ആഷിഖ് അബു എന്നാണ്. അതൊരു ആസ്ഥാന മടിയനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കാരണം റിയൽ ലൈഫിൽ ഞാനൊരു ആസ്ഥാന മടിയനാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനു വേണ്ടി ഒരു പ്രിപ്പറേഷൻ ഒന്നും എടുക്കേണ്ടി വന്നില്ല. പിന്നെ ബോക്സിങ്ങിന് വേണ്ടി മാത്രമേ ഉള്ളൂ. ബോക്സിങ്ങിന് വേണ്ടി നമ്മൾ മൊത്തം ഒരു 6 മാസം ട്രെയിനിങ് ഉണ്ടായിരുന്നു. എൻ്റെ മൊത്തം ഒരു 23 കിലോ വെയിറ്റ് ലോസ് ചെയ്തു ഈ പടം ത്രൂ ഔട്ട് ചെയ്ത്. ലാസ്റ്റ് ക്ലൈമാക്സിലേക്കൊക്കെ എത്തിയപ്പോൾ ഞാൻ 96 ആയിരുന്നു RDX എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ. ദാവീദിൻ്റെ ക്ലൈമാക്സ് എത്തിയപ്പോൾ ഞാൻ 74 ആയി. അപ്പോൾ അത്രയും ഫിസിക്കൽ മെൻ്റൽ എഫേർട്ട് നമ്മൾ ഈ പടത്തിൽ ഇട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ തിയേറ്ററിൽ, പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഫെബ്രുവരി 14 അതിൽ ഒരു കലുഷിതമായ പ്രണയദിനം, അതാണ് ഞങ്ങളുടെ സ്വപ്നം. അപ്പോൾ നിങ്ങൾ പറയണ കാര്യം ഒരു പക്ക ഇടിപ്പടമല്ല. ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇടിപ്പടം എന്നുള്ളൊരു ടാഗ് ലൈൻ വരുന്നുണ്ട്. പക്ഷേ ദാവീദ് ഒരു പക്ക ഇടിപ്പടമല്ല. അതിനകത്തൊരു ഫാമിലി ഇമോഷൻ, കുഞ്ഞു കുഞ്ഞു തമാശകൾ എല്ലാം ഉണ്ട്. ഒരു ഫാമിലിക്ക് വേണ്ടിയാണ് ഇടിക്കാൻ ഇറങ്ങണത്, അങ്ങനെ വേണമെങ്കിൽ പറയാം.
ഈ പെട്ടെന്ന് ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചുള്ള ബാക്ക് ടു ബാക്ക് പെപ്പയുടെ ഒരു ഫേസ് വരുമ്പം നമ്മുടെ ഈ വയലൻസ് പോലെ പെട്ടെന്ന് ഒരു 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 ആക്ഷൻ എന്നുള്ളതിനുള്ള ഒരു ഒരു ഫ്രെയിമിലേക്ക് വരുന്ന ഒരാളായിട്ടാണ്. പക്ഷേ ഒരേപോലത്തെ പടങ്ങളല്ല. മറ്റേ നാടനടി ടു ഒരു ആക്ഷൻ കൊറിയോഗ്രാഫിയിൽ തന്നെ ഡിഫറൻറ്റ് ഉണ്ട്. ഇതിൽ സ്പെസിഫിക് ആയി പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടെലിവൈസ്ഡ് ബോക്സിങ് വീഡിയോസ് അല്ലെങ്കിൽ ബോക്സിങ് അതിൻ്റെ ഒരു പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു വലിയ സ്ക്രീനിൽ സിനിമാറ്റിക് സിനിമാറ്റിക് എലവേഷൻസ് ഒക്കെ ഉള്ള സിനിമാറ്റിക് ഒരു ട്വിസ്റ്റൊക്കെ ഉള്ള രീതിയിലേക്ക് ഒരു ബോക്സിംഗ് റിങ്ങിൽ ഒരാളുടെ പെർഫോമൻസ് അത് കാണുന്ന സമയത്ത് എന്തായിരിക്കും ഇതിൻ്റെ ഒരു തിയേറ്ററിക്കൽ ഇമ്പാക്റ്റ്? കാരണം എനിക്കറിയാം പെപ്പെ തിയേറ്ററിൽ പോയിട്ട് തിയേറ്ററിൽ ഹൈ കിട്ടണമെന്ന് എല്ലാ സിനിമയുടെയും കൂടെ പെപ്പയുടെ അല്ലാത്ത പടത്തിൽ പോലും ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇതിൻ്റെ ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ തിയേറ്റർ ഹൈ എന്തായിരിക്കും ഓഡിയൻസിന്? ഒന്ന് ഈ ബോക്സിങ് ഒരു സ്പോർട്സ് മൂവി ഇപ്പോൾ കുറേ നാളായി നമ്മുടെ മലയാളത്തിൽ വന്നിട്ട്. അപ്പം അതൊരു ഇതാണ്. പിന്നെ സ്പോർട്സ് മൂവിക്ക് ഒരു പ്രത്യേക നമുക്കൊരു ഹരം കൊള്ളിക്കുക അങ്ങനത്തെ ഒരു ഇതുണ്ട്. അത് ഈ പടത്തിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ബോക്സിങ് അതിപ്പോൾ നമ്മൾ നാടനടി ഇടിക്കുന്നവർ നമുക്ക് ബോക്സിങ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ബോക്സിങ് അറിയണവർ നമ്മളെ നല്ലതായിട്ട് തെറി വിളിക്കും. കാരണം എനിക്ക് അങ്ങനത്തെ തെറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പടത്തിൽ അത്രയും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം പെർഫെക്ഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളത് തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങളൊരു വിശകലനം നടത്തുക. ഇപ്പോൾ ഈ സ്പോർട്ട് മൂവി, ആക്ഷൻ മൂവി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയൊരു ഐറ്റം സിനിമ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ അതിൻ്റെ ഒരു ഓപ്പണിങ്ങിൽ അല്ലെങ്കിൽ തേർഡ് ആക്ടിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഏറ്റവും ഹയ്യസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ഹയ്യസ്റ്റ് ആക്ഷൻ മൊമെൻറ്റ്സ് ഒക്കെ ആണല്ലോ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഓർഡറിലാണ്, അങ്ങനെ ഒരു ആക്ഷൻ പാക്ഡ് ആണോ ഓപ്പണിങ്ങിലൊരു ആദ്യത്തെ അരമണിക്കൂറിലടി അടുത്ത അരമണിക്കൂറിലടി ഇൻ്റർവൽ ബ്രേക്ക് അങ്ങനെ ഞാൻ മനസ്സിലായി അങ്ങനത്തെ ഒരു ആക്ഷൻ കൊറിയോഗ്രഫിയിലാണോ പടം പോകുന്നത്, അതോ ഇമോഷണൽ പ്ലോട്ട് പോയിന്റിൻ്റെ ഇടയിലേക്ക് ഇത് വരുന്നതാണോ? നമ്മുടെ ഇപ്പോൾ ദാവീദിൽ അങ്ങനെ തുടക്കത്തിൽ ഒരു പരിപാടി ഉണ്ട്. അതൊരു ഡ്രീം സീക്വൻസ് ആണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. അതൊരു സാധാരണ ഒരു അടിയല്ല, ഒരു ഡ്രീമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു പോയിന്റിൽ ചെറിയ അടി. ബാക്കിയെല്ലാം ഫാമിലി അതിൻ്റെ കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ബൗൺസറായിട്ടുള്ള അതാണ് ക്യാരക്ടർ. ബൗൺസറായിട്ട് ജോലിക്ക് അതിന് മാത്രമേ പോവുള്ളൂ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം അതിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളും അത് പിന്നീട് അഫക്റ്റ് ചെയ്യണതും അതൊക്കെയാണ് ദാവീദ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പരിപാടി. ഇതിൻ്റെ ഇടയിൽ കൂടെ കുടുംബത്തിൻ്റെ ഇമോഷൻസ് പരിപാടി, കുടുംബത്തിനെ ഇതെങ്ങനെ ബാധിക്കുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് ഇപ്പം കുമ്പളങ്ങി നൈറ്റ്സ് അടക്കമുള്ള ഒരുപാട് സിനിമകൾ പുറത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിന് പുറത്ത് ഒരു ആക്ഷൻ പാക്ഡ് ഫിലിം എന്നുള്ള രീതിയിലേക്ക് പുറത്തേക്ക് ഒരു ഡിസ്കഷൻ ഓൺ ചെയ്തത് മാർക്കോ ആണ്, ഉണ്ണിയുടെ മാർക്കോയാണ്. ഇപ്പോൾ മാർക്കോയ്ക്ക് ശേഷം ഒരു ആക്ഷൻ പാക്ഡ് ഫിലിം വരികയാണ്. മാർക്കോ വേറെ രീതിയിൽ ഇപ്പോൾ കളക്ഷൻ്റെ ബോക്സ് ഓഫീസിലൊക്കെ ഒരു ബെഞ്ച് മാർക്ക് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഓപ്പണിങ്ങിന് അല്ലെങ്കിൽ കൂടുതൽ പേരിൽ എത്തിക്കാനുള്ളൊരു എളുപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ മാർക്കോയ്ക്ക് ശേഷം ദാവീദ് വരുന്നത്? ഉറപ്പായിട്ടും. കാരണം ഞാൻ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിരുന്നു, ഉണ്ണി ബ്രോൻ്റെ പടം അടിച്ച കാരണം നമുക്ക് അങ്ങനെ ഒരു ഓഡിയൻസ് എന്തായാലും നമ്മുടെ പടത്തിനും കയറും, അത് നമുക്ക് ഭയങ്കര ഗുണം ചെയ്യും. അത് ഞാൻ എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഡയറക്ടറിൻ്റെ അടുത്താണെങ്കിലും നമ്മുടെ ഫിലിമിലെ ക്രൂസ് അവരെല്ലാവരുടെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് വന്നത് നമുക്ക് ഭയങ്കര ഗുണം ചെയ്യും എന്നുള്ളത്. പിന്നെ വേറൊരു ഹാപ്പി ന്യൂസ് പറയാം. മാർക്കോൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഹാപ്പി ന്യൂസ് പറയാം. മാർക്കോൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത പടം ഇന്നായിരുന്നു അതിൻ്റെ സൈനിങ്, ഇന്നാണ് അതിൻ്റെ സംസാരം നടന്നത്. അപ്പോൾ അതും പറയണം. മാർക്കോൻ്റെ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഷെരീഫൊക്കെയാണ് അടുത്ത എൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പോണത്. എൻ്റെ തന്നെ ഒരു ഫ്രണ്ടാണ് പണം ഡയറക്റ്റ് ചെയ്യാൻ പോണത്. ഇപ്പോൾ അങ്കമാലിക്കാരനായിട്ടുള്ള ഒരാൾക്ക് പെപ്പയ്ക്ക് ഇങ്ങനെ ഒരു സിനിമയിലേക്കുള്ള ആഗ്രഹം വരുന്നു, ആഗ്രഹത്തിൻ്റെ വഴി വരുന്നു, ഒരുപാട് ക്യാരക്ടർ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ വരുന്നു. പക്ഷേ ഇത്രയധികം ശാരീരിക അധ്വാനം ചെയ്യേണ്ടി വന്ന ഒരു യങ്ങർ ആക്ടേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ശാരീരിക അധ്വാനം വേണ്ടി വന്നിട്ടുള്ള ഒരാൾ പെപ്പയാണ്. ആദ്യത്തെ സിനിമയിൽ അടി കൊടുത്തും അടി വാങ്ങിയും തുടങ്ങിയതാണ്. ഇപ്പം നമ്മുടെ ദാവീദ് വരെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും തരത്തിലൊരു ഏതെങ്കിലും ആക്ഷൻ എന്ന് പറയുന്നതിനോടുള്ള ക്രേസ് നഷ്ടപ്പെടുത്തുവോ, അല്ലെങ്കിൽ ഒരു കൊറിയോഗ്രാഫേഴ്സ് മാറുന്നുണ്ട്, ആക്ഷൻ സ്റ്റൈല് മാറുന്നുണ്ട്, ഇതെല്ലാം പ്ലോട്ട് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു 10 അടി എന്നുള്ള രീതിയിൽ നേരത്തെ തന്നെ പ്രീസെറ്റിൽ വർക്ക് ചെയ്യുന്നല്ല. പെപ്പയെ സംബന്ധിച്ചോളം പെപ്പയ്ക്ക് ഒരു ആക്ഷൻ സിനിമ ചെയ്യുന്ന ഒരു ഹൈ എന്താണ്, അല്ലെങ്കിൽ
റിജക്റ്റ് ചെയ്ത സിനിമകളും കാണുമല്ലോ, ആക്ഷനൊക്കെ ഉണ്ട് പക്ഷേ ഈ കഥ പോരാ എന്ന് പറഞ്ഞത്. എസ് പറയുന്നതിൽ ആക്ഷൻ എത്ര രീതിയിൽ ക്രൂഷ്യലാവുന്നുണ്ട്? കാരണം മോഹൻലാലിനെ കുറിച്ച് എപ്പോഴും പറയുമ്പോഴും മോഹൻലാലിന് ഏറ്റവും ക്രേസ് തുടക്കകാലത്തൊക്കെ ആക്ഷൻ സിനിമകൾ ചെയ്യാനാണെന്ന് പറഞ്ഞു. ആക്ഷൻ ഉണ്ടെങ്കിൽ പുള്ളിക്ക് ഒരു എക്സ്ട്രാ ഹൈ ഉണ്ടാവുന്നു കഥ പറയുന്ന സമയത്ത്. പെപ്പയെ സംബന്ധിച്ചോളം എങ്ങനെയാണ് ഒരു ഹൈ മൊമെൻറ്റ്സ് ഒരു കഥ കേൾക്കുന്ന മുതൽ സെറ്റ് ചെയ്യുന്നത്? മെയിനായിട്ട് നമ്മളങ്ങനെ എനിക്കങ്ങനെ ആക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഹൈ എനിക്കില്ല. ഞാൻ മെയിനായിട്ട് സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ആ സ്ക്രിപ്റ്റിലെ ഇമോഷൻ, അതിൻ്റെ ബാക്കിലുള്ള ഇമോഷൻ അത് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്താലാണ് നമ്മൾ എന്ത് ചെയ്താലും വർക്കാവുള്ളൂ. ഇപ്പോൾ ആക്ഷൻ ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ റൊമാൻസ് ചെയ്താലും അതിൻ്റെ ഒരു ഇമോഷൻ ഉണ്ട്, അതിനൊരു ബലം ഉണ്ടാവണം സ്ക്രിപ്റ്റിന്. അതില്ലെങ്കിലാണ് ഇപ്പോൾ തിയേറ്ററിൽ ഇരിക്കുന്നവർക്ക് അതൊരു എന്താ പറയുക, ഒരു മുഴച്ച് നിൽക്കണ പോലത്തെ ഫീലിംഗ് ഉണ്ടാവുക. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിൽ എല്ലാം ഹൈ ആയിരിക്കും. അപ്പോൾ എനിക്കങ്ങനെ പേഴ്സണലി അങ്ങനെ ആക്ഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ഹൈ ഫീലിങ്ങോ അങ്ങനെയൊന്നുമില്ല. ഞാൻ അന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ജല്ലിക്കെട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അതായത് വെളുപ്പിന് ഒരു 6 മണി വരെ, രാത്രി 6 മണി തുടങ്ങി വെളുപ്പിന് 6 മണി വരെ ചെളിയും തേച്ചിട്ട് അങ്ങനെ 3 ദിവസം, അതും ഡിസംബറിൽ ഡാമിൻ്റെ റിസർവോയറിലാണ് ഷൂട്ട് കിടക്കുക. അപ്പം നമ്മൾ ശരിക്കും മെൻ്റലി ഭയങ്കര ഇതാവും, ഫ്രസ്ട്രേറ്റഡ് ആവും. ഞാൻ ഒരു ദിവസം അമ്മേനെ വിളിച്ചിട്ട്, അമ്മ ഞാൻ ഇത് നിർത്താണ്, ഞാൻ ഒളിച്ചോടാണ്, എനിക്ക് പറ്റണില്ല. കാരണം അത്രയും നമ്മൾ ചില സമയത്ത് സ്ട്രഗിൾ ചെയ്യും മെൻ്റലി ഫിസിക്കലി. ഫുള്ള് ചെളിയിലല്ലേ നിൽക്കണം. അപ്പം തണുത്തിട്ട് നമുക്ക് അതേപോലെ തന്നെ ഇപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സിനിമയിൽ ഈ തുരങ്കത്തിലുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പം അത് നമുക്ക് ഭയങ്കര പാടാണ് അത്. പക്ഷെ നമുക്ക് സിനിമയോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ പിടിച്ച് നിന്ന് അത് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു, പിന്നെ തിയേറ്ററിൽ നിന്ന് നമ്മൾ പടം കാണുമ്പോൾ ഞാൻ ഒരിക്കലും സിനിമയല്ല കാണാം, തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്കാരുടെ ഫേസിലേക്കാണ് നോക്കുക. കാരണം അവരുടെ മുഖത്തുണ്ടാവുന്ന ചിരി അല്ലെങ്കിൽ അവരുടെ മുഖത്തുണ്ടാവുന്ന എക്സൈറ്റ്മെൻറ്റ് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുക. അല്ലെങ്കിൽ അവർ മൊത്തത്തിൽ കൈയടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഭയങ്കര, ഞാൻ അങ്ങനെ സിനിമ കാണാറ്. അപ്പം ചില സീനിലൊക്കെ ആൾക്കാരുടെ മുഖം എന്ന് കാണുമ്പോൾ നമുക്കും ഞാനും അയ്യോ പണി പാളി, അങ്ങനെ ഞാൻ സിനിമ കാണാറ്. പിന്നെ റിലീസിന് ഞാൻ പോവില്ല, കാരണം എനിക്ക് പേടിയാണ്, എന്തായിരിക്കും അവിടെ സംഭവിക്കാന്ന് അറിയില്ലല്ലോ. നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ പോലും പെപ്പയ്ക്ക് ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി ബേസിട്ട് ഇഷ്ടപ്പെട്ട അങ്ങനെ ഒരു ഫേവറേറ്റ് ലിസ്റ്റ് ഉണ്ടോ? ഇപ്പോൾ മലയാളത്തിലെയും മറ്റേതെങ്കിലും ഭാഷയിലും ഇപ്പം ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി, അങ്ങനെ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി അല്ലെങ്കിൽ ടോട്ടൽ ആക്ഷൻ പാക്ഡ് സിനിമകളുടെ കാര്യത്തിൽ പെർഫോമൻസിൻ്റെയും സിനിമകളുടെയും കാര്യത്തിൽ ഒരു ഫേവറേറ്റ് ലിസ്റ്റ് ഉണ്ടോ? ഈ സിനിമകളൊക്കെ ഇഷ്ടമാണ് അങ്ങനെ എനിക്ക്, അതായത് ജാക്കി ചാൻ്റെ സിനിമകളില്ലേ, എനിക്ക് പുള്ളിയുടെ സിനിമകളാണ് ഇഷ്ടം. കാരണം അതിനകത്ത് ആക്ഷനും ഉണ്ട്, എന്നാൽ ഭയങ്കര കോമഡി ഫൺ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജാക്കി ചാൻ്റെ പടങ്ങൾ ഒരുപാട് നമ്മളിങ്ങനെ പണ്ടത്തെ കുറേ പടങ്ങളുണ്ടല്ലോ, എന്നാൽ പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ടും ചെയ്യും, എന്നാൽ അത് തന്നെ ഈ ആക്ഷൻ തന്നെ പുള്ളി കോമഡി ആക്കും. ആക്ഷൻ സിനിമകൾ അല്ലെങ്കിൽ ആക്ഷൻ കൊറിയോഗ്രാഫി ഉള്ള പടങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ട് തോന്നുന്നതാണ്. എപ്പോഴും നമ്മളിപ്പോൾ മലയാളത്തിൽ മറ്റൊരു സ്ഥലത്തും ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ ഒരു സ്റ്റൈൽ എന്ന് എപ്പോഴും പറയും, അവരുടെ ഒരു ആക്ഷൻ ഒരു സ്റ്റൈലുണ്ടെന്ന്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സ്വന്തം കാര്യത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ഒരു സിഗ്നേച്ചർ മോഡ് സ്റ്റൈലൊക്കെ ഉണ്ട് ആക്ഷൻ ചെയ്യുമ്പോൾ? ഇല്ല, ഇതുവരെ അങ്ങനെ തോന്നിയില്ല. അത് നമ്മളല്ലല്ലോ പറയേണ്ടത്, നാട്ടുകാരല്ല പറയേണ്ടത് നമുക്ക് സ്റ്റൈൽ ഉണ്ടോ ഇല്ല എന്നുള്ളത്. എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് നമുക്ക് നമ്മുടെ ക്രൂവിനെ വിളിക്കണം. അതിന് മുമ്പ് ഒരു 1-2 ചോദ്യങ്ങൾ ഓഡിയൻസിൽ നിന്ന് വരുവാണെങ്കിൽ അതിൻ്റെ തുടർച്ചയിൽ നമ്മൾ ക്രൂവിനെ വിളിച്ചിട്ട് ബാക്കി ചോദ്യങ്ങളുടെ ഉത്തരവാദിത്തം അവരെ ഏൽപ്പിക്കാം. ഞാൻ സിനിമയിൽ ഇരിക്കണേന്നോ? മൈക്കൊന്നും ഓർത്തു. താങ്ക് യു. അതായത് ഇപ്പം ചോദിച്ചല്ലോ, ചേട്ടാ ചോദിച്ച പോലെ നമുക്ക് ലൈഫിലും ഇതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, നമുക്കൊന്ന് എക്സ്പയർ ചെയ്യാമെന്ന് ചോദിച്ച പോലെ, തല്ലുണ്ടാക്കാൻ അവസരം കിട്ടിയാലല്ലേ നമുക്കിതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ് വിഷമം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചത്. മനസ്സിലായോ? അതായത് തല്ലുണ്ടാക്കിയാലല്ലേ നമുക്ക് ഈ തല്ല് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സ്വന്തമായിട്ടൊരു സ്റ്റൈൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
ജീവിതത്തിൽ തല്ലിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടെന്ന് പുള്ളി ചോദിച്ചത്. അതിന് അവസരം ജീവിതത്തിൽ അയ്യോ, ജീവിതത്തിൽ നമ്മൾ തല്ല് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഓടി രക്ഷപ്പെടുക. ഞാൻ ആ ഏരിയയിൽ നിൽക്കാറില്ല. താങ്ക് യു സോ മച്ച്. ഞാൻ പഠിച്ചത് മഹാരാജാസിലാണ്, ഡിഗ്രി പഠിച്ചത്. അപ്പം അവിടെ ഇപ്പോഴും ഭയങ്കര സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു കോളേജാണല്ലോ. അപ്പം മര്യാദക്കൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇഷ്ടികയൊക്കെ ഇങ്ങനെ പോകണ്ടാവും. ഒരു പ്രാവശ്യം നമ്മുടെ ഈ ചെവിയുടെ അടുത്തേക്കൂടെ ഇങ്ങനെ പറഞ്ഞും പോയി. അപ്പം നമുക്ക് അതിൻ്റെ കാറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ നോക്കുമ്പോൾ ഇഷ്ടിക അവിടെ അടി നടക്കണതാ, പൊരിഞ്ഞടി. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ് ആൻ്റണി ചേട്ടാ. ഗുഡ് ഈവനിങ് ബ്രോ. ഞാൻ ആൻ്റണി ചേട്ടൻ്റെ ഒരു വലിയ ഫാനാണ്. എസ്പെഷ്യലി എനിക്ക് ആക്ഷൻ മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു ആക്ഷൻ മൂവീസൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് ഭയങ്കര ആഗ്രഹം. പ്രത്യേകിച്ച് ആൻ്റണി ചേട്ടൻ്റെ ആക്ഷൻ മൂവീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട്. ഈവൻ ചേട്ടൻ ആക്ഷൻ മൂവീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് ചില ആക്ഷൻ മൂവീസൊക്കെ കാണുമ്പം ഈ മടുപ്പ് തോന്നാറുണ്ട്. പക്ഷേ ആൻ്റണി ചേട്ടൻ്റെ ആക്ഷൻ മൂവീസൊക്കെ കാണുമ്പം മടുപ്പ് തോന്നാറില്ല എനിക്ക്. പിന്നെയും പിന്നെയും കാണുമ്പോഴും കിണ്ടലിടിയൊക്കെ ഒരു പ്രത്യേക വൈബാണല്ലോ. അപ്പം ആ ഒരു ലൈക്ക് അപ്പം സോ അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് ആൻ്റണി ചേട്ടാ. സോ അപ്പം ഒരു ആക്ഷൻ, ഞാനൊരു ആസ്പയറിങ് ആക്ടറാണ്. പ്രത്യേകിച്ച് ഒരു ആക്ഷൻ മൂവി ഓറിയൻറ്റഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ടറാണ്. അപ്പം എന്നെപ്പോലെ ആക്ഷൻ മൂവീസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇവിടെ തന്നെ ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവർക്ക് ആൻ്റണി ചേട്ടൻ എന്ന ആക്ഷൻ ഹീറോയ്ക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ, ഉപദേശം, ടിപ്സ്, മെസ്സേജ് എല്ലാം കൂടെ അല്ലേ? അത് എല്ലാം ഉണ്ട് ചേട്ടാ. ഇതിൽ ചേട്ടൻ ഭയങ്കര ജീവിതത്തിൽ തല്ലുണ്ടാക്കാതിരിക്കുക, എന്നാലാണ് നമുക്ക് ശരീരം ഉണ്ടാവുള്ളൂ സിനിമയിൽ അഭിനയിക്കാൻ. പിന്നെ ട്രെയിൻ ചെയ്യുക, പരിപാടികളൊക്കെ ട്രെയിൻ ചെയ്യുക, ഹെൽത്ത് നോക്കുക, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെന്താ, ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്യുക, എന്നാലല്ലേ ചാൻസ് കിട്ടുള്ളൂ. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്. ഉൾപ്പെടെയുള്ള ദാവീദ് എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരെ വേദിയിലേക്ക് കൊണ്ടുവരാനുള്ള സമയമാണ്. I'd like to invite Govind Vishnu, director and co-writer, Salu K. Thomas, director of photography, Deepu Rajeevan, co-writer, Ragesh Cherumadam, editor. ഇവർ വേദിയിൽ വന്ന സീറ്റുകളിൽ ഉപവിഷ്ടരാകുന്ന സമയത്ത് I'd like to invite Dr. Tom on stage. അവരിയ്ക്കുന്ന നേരം കൊണ്ട് we need to do something. നമ്മുടെ സമ്മിറ്റ് തീരുന്നതിന് മുമ്പ് നന്ദി പ്രകാശിപ്പിക്കാനായി ഡോക്ടർ ടോം ഒന്ന് വേദിയിലേക്ക് കടന്നു വരികയാണ്. ഈ സിനിമ കഴിഞ്ഞ് സെഷൻ കഴിയുമ്പോൾ എല്ലാവരും ഓടിപ്പോകുന്ന കരുതിക്കൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം വി കം ടു എൻ എൻഡ്. സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൻ്റെ 7ാമത്തെ ദിവസമാണിത്. കഴിഞ്ഞ സാറ്റർഡേ നമ്മൾ ഇനാഗുറേഷനോടെ തുടങ്ങി. സൺഡേ മുതൽ ഇന്ന് സാറ്റർഡേ വരെ 7 ദിവസം 7 വ്യത്യസ്ത വിഷയങ്ങളിൽ 300-ലധികം സ്പീക്കേഴ്സ് സംസാരിച്ചു. നമ്മൾ ഇങ്ങനൊരു തീം വരാൻ തന്നെ കാരണം ഞാൻ ആദ്യം പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ യൂണിവേഴ്സിറ്റി റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബി ദ ചേഞ്ച് ബി ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു തീമിലാണ് നമ്മൾ ക്യാമ്പയിൻ ചെയ്തത്. അപ്പോൾ ഫ്യൂച്ചർ എന്താണെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യുക എന്ന് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മളെടുത്ത് ഒരു ഫ്യൂച്ചർ യൂണിവേഴ്സിറ്റി ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് അത് എംഫസൈസ് ചെയ്യാനും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുമാണ് ഇങ്ങനെയൊരു സമ്മിറ്റ് ഞങ്ങൾ ചിന്തിക്കുന്നതും. ആ സമയത്താണ് കോയിൻസിഡൻ്റ്ലി ഇതേ ഒരു സമ്മിറ്റ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസ് ചെയ്യുന്നതും. പിന്നെ അതിനോടനുബന്ധിച്ച് ഒത്തിരി എഫോർട്ട് എന്ന് പറഞ്ഞാൽ ഈ സമ്മിറ്റ് കംപ്ലീറ്റ്ലി ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫാക്കൽറ്റീസും ടീമുമാണ്. കാരണം ഇൻറ്റേർണലി ക്യൂറേറ്റ് ചെയ്തൊരു സമ്മിറ്റാണിത്. അതുപോലെ എഫോർട്ട് എടുത്തിട്ടാണ് ഓരോ ഡിസ്കഷൻ പോയിൻറ്റ്സും കീ നോട്ട്സും പാനൽ ഡിസ്കഷൻസും അതിൻ്റെ ഓരോ വേർഡ്സും വളരെ കോൺഷ്യസ് ആയിട്ട് ചൂസ് ചെയ്തെടുത്ത് ഏത് സെഷനിൽ ഏത് വേണമെന്ന് ആലോചിച്ച് ഇങ്ങനെയൊരു സമ്മിറ്റ് നമ്മളിത് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റൈലും സ്കെയിലും ഒരു
വ്യത്യസ്ത ലെവലിലാവണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം കേരളത്തിൽ ഒത്തിരി കോൺഫറൻസുകൾ നടന്നിട്ടുണ്ട്. എല്ലാവരും ഇരുന്നോട്ടോ. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയും കൂടിയാണ് ദാവീദ്. വളരെ കോയിൻസിഡൻ്റ് ആയിട്ടാണ് ഈ എല്ലാ ഒക്കേഷൻസും ഒത്തുവരുന്നത്. അപ്പം ഇരിക്കുക ഗോവിന്ദ്, പെപ്പ, എല്ലാവരും ഇരിക്കുക. ഞാൻ അപ്പോൾ ഈ സബ്മിറ്റ് പ്ലാൻ ചെയ്ത് നമ്മൾ ഞാൻ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ 7 ദിവസങ്ങളിൽ ഈ ഇത് പ്ലാൻ ചെയ്ത് നമ്മളൊരു ഇത് ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്നും ഒരു നോയ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നും കണ്ടു. കേരളത്തിൽ പല കോൺഫറൻസുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കോൺഫറൻസുകളിലെല്ലാം ഫോർമാറ്റ് നിങ്ങളൊരു 70% ഓവർലാപ്പിംഗ് ആയിരിക്കും, 70% സ്പീക്കേഴ്സും ഒരുപോലെ ആയിരിക്കും. പുതിയൊരു ഫേസോ പുതിയൊരു ടോപ്പിക്കോ ഡിസ്കസ് ചെയ്യാനുണ്ടാവില്ല. അതുപോലെ എക്സ്പോകൾ കാണാറുണ്ട്, അതുപോലെ ഫുഡ് ഫെസ്റ്റിവൽസ് ഉണ്ട്. ഇതിനെല്ലാം ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഒരു ഒരു സമ്മിറ്റ്, ഒരു ഫെസ്റ്റിവൽ, നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുക എന്നൊരു മെസ്സേജാണ് ഡേ 1 മുതൽ നമ്മൾ കൺവേ ചെയ്തത്. ലെറ്റ് സെലിബ്രേറ്റ് ദ ഫ്യൂച്ചർ. അതായത് നമ്മൾ പാസ്റ്റിനെ കുറിച്ച് അധികം ചിന്തിക്കാതെ, പ്രസൻറ്റിനെ കുറിച്ചും അധികം സംസാരിക്കാതെ, എന്നാൽ ഇതിൻ്റെ എല്ലാം ഇൻസൈറ്റ്സുകൾ എടുത്തുകൊണ്ട് ഒരു ബെറ്റർ ഫ്യൂച്ചർ എങ്ങനെ ബിൽഡ് ചെയ്യാം, അങ്ങനെ ജനറേഷനെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സൊസൈറ്റീനെ എങ്ങനെ അതിനുവേണ്ടി ബിൽഡ് ചെയ്യാം. ഒരു പീപ്പിൾസ് യൂണിവേഴ്സിറ്റി, സൊസൈറ്റിയുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെ ബിൽഡ് ചെയ്യാം എന്ന ഐഡിയോളജിയിൽ നിന്നാണ് ഇത് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്നൊരു കോണ്ടെക്സ്റ്റല്ലേ ഐഡിയ വരുന്നത്. അപ്പോൾ ഈ ഒരു നിങ്ങൾ എല്ലാവരും ഈ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ഇന്ന് കേരളത്തിൽ അറിയാത്ത ആരും ഉണ്ടാവില്ല. 24-ാം തീയതിയിലെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് ഞങ്ങളൊരു വളരെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് ഇങ്ങനെയൊരു ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പ്രിൻറ്റ് സാധാരണ പരസ്യം ചെയ്യുമ്പോൾ എല്ലാ അഡ്വർടൈസേഴ്സും ഫേസ് ചെയ്യുന്ന പ്രശ്നമുണ്ട്. പത്രം വായിക്കുന്നവർ പോലും പരസ്യം ശ്രദ്ധിക്കാറില്ല. പക്ഷേ ആദ്യമായിട്ട് ഒരു പരസ്യം, പ്രിൻറ്റിൽ വന്ന പരസ്യം പത്രം വായിക്കുന്നവരും ശ്രദ്ധിച്ചു, TV കാണുന്നവരും ശ്രദ്ധിച്ചു, ഇൻ്റർനെറ്റിൽ നോക്കുന്നവരും ശ്രദ്ധിച്ചു. അത് പ്രായഭേദം എന്നെ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിച്ചു, അതിനെ ചർച്ചയാക്കി. ഒരു പ്രൈം ടൈമിൽ ന്യൂസ് അവറിൽ വരെ നമുക്ക് ഇടം കിട്ടിയ ഒരു പരസ്യമായി മാറി. അതൊരു ക്രിയേറ്റീവ് എക്സസൈസ് ആയിരുന്നു. അങ്ങനെ ഇതിനോടനുബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. ഡാൻസ് കൊച്ചി എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലെ പല സ്ഥലങ്ങളിലും ഡാൻസ് പരിപാടികൾ നടത്തി. അതുപോലെ തന്നെ നമ്മൾ പിച്ചത്തൻ കോമ്പറ്റീഷൻ നടത്തി. സ്പീക്ക് ഫോർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ സ്കൂളുകളിൽ പരിപാടികൾ നടത്തി. അങ്ങനെ 7 ദിവസം നടന്ന പരിപാടി നവംബർ 25-ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ആദ്യം ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം ഇന്ന് വരെ ഇത്രയും എഫോർട്ടുകൾ എടുത്ത് ഇത് വിജയിക്കാൻ ഏറ്റവും ആദ്യം സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം നമ്മളൊരു ഇവൻ്റ് നടത്തുമ്പോഴും ഏറ്റവും ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ. നമ്മൾ ക്യുസാറ്റിൽ നടന്ന ഇവൻറ്റുകളും പല ഇവൻറ്റുകളും, പൂമ ചേച്ചേരി ഇവൻ്റ്, അപ്പം എല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് എഫോർട്ട് ഇട്ടാലും ദ ലാസ്റ്റ് ബ്ലെസ്സിങ് ഷുഡ് കം ഫ്രം ദ ഡിവൈൻ സോഴ്സ്. അപ്പോൾ ആദ്യത്തെ നന്ദി പറയേണ്ടത് സർവശക്തനായ ദൈവത്തോടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ബാക്കി എല്ലാ എഫോർട്ടും എടുത്തത്. കാരണം ഈ ഒരു സ്കെയിലിൽ നമ്മൾ കാണുന്ന രീതിയിൽ കേരളം കാണാത്തൊരു ഇവൻറ്റ് ചെയ്യണം എന്ന് നമുക്കാഗ്രഹം. കാരണം കേരളത്തിൽ കിടന്ന ഇവൻറ്റുകളെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന സ്റ്റൈലും സ്കെയിലും നമുക്കറിയാം. അപ്പോൾ ഇരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ലീഡ് എടുക്കുന്നതെല്ലാം നമ്മുടെ ടീമാണ്. അതായത് ഇതിൻ്റെ ലീഡർഷിപ്പ് ലെവൽ മുതൽ, അതായത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയ കോൺറബിൾ ചാൻസലറുണ്ട്. ചാൻസലർ ആദ്യത്തെ 2 ദിവസം ഈ പരിപാടിക്ക് ഉണ്ടായിരുന്നു, 3 ദിവസം ഈ പരിപാടിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ടീം, വൈസ് ചാൻസലർ ഉണ്ടായിരുന്നു, നമ്മുടെ രജിസ്ട്രാർ, എല്ലാ ലീഡർഷിപ്പ് ടീമും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിശാൽ ഇവിടെയുണ്ട്. വിശാൽ ഡയറക്ടർ സ്ട്രാറ്റജി ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ഉപരിയായിട്ട് കൊച്ചിയിലെ ടീം, ലതമാമിന് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളൊരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് പുറത്തുനിന്നേക്കാളും കൂടുതൽ അകത്തുനിന്നായിരിക്കും. എന്നാൽ ഈ റെസിസ്റ്റൻസ് ഒന്നുമില്ലാതെ ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് ഈ വിഷനോടൊപ്പം നമ്മളിത് പറയുന്നൊരു കാര്യമുണ്ട്. വി ആർ ഹിയർ ടു മേക്ക് ആൻ ഇമ്പാക്റ്റ് എന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. വി ആർ ഹിയർ ഫോർ എ പർപ്പസ്. ദറ്റ് പർപ്പസ് ഈസ് ബേസിക്കലി ടു ക്രിയേറ്റ് എൻ ഇമ്പാക്റ്റ്. ആ ഒരു ഇമ്പാക്റ്റ് ഈവൻറ്റിലൂടെ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ എല്ലാ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ്, അതായത് നമ്മുടെ ഗേറ്റിലെ സെക്യൂരിറ്റി മുതൽ ഇതിലെ എല്ലാവർക്കും ഹൃദ്യമായി, ഓരോരുത്തരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, എന്നാലും എല്ലാവർക്കും ഹൃദ്യമായിട്ട് നന്ദി പറയുന്നു. കാരണം ഈ ഒരു ഇവൻറ്റ് ക്യൂറേറ്റ് ചെയ്യുമ്പോൾ നമ്മളിതൊരു ഹൈ ബഡ്ജറ്റ് ഇവൻ്റാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ ഒരു ഹൈ ബഡ്ജറ്റ് ഇവൻ്റ് ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഹൈ ബഡ്ജറ്റ് ഇവൻറ്റ് ചെയ്യുമ്പോൾ ഇതൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനീനെ ഏൽപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇത് ക്യൂറേറ്റ് ചെയ്ത് ഇൻറ്റേർണലി ക്യൂറേറ്റ് ചെയ്തതാണ്. ഈ ഒരു എക്സ്പീരിയൻസ്, എക്സ്പോഷർ നമ്മുടെ സ്റ്റുഡൻസിന്, സ്റ്റാഫിന് എല്ലാം ഇൻറ്റേർണൽ ടീം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന ഒരു ഉദ്ദേശം കൂടി ഇതിനുണ്ട്. അപ്പോൾ ആ ഒരു ടീമിനെ കൂടാതെ നമ്മൾ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്ത ഒത്തിരി ആളുകളുണ്ട്. നമ്മുടെ ആദ്യം മുതൽ ഇത് ലോഞ്ച് ചെയ്ത മുഖ്യമന്ത്രി മുതൽ ജനപ്രതിനിധികൾ, ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ P. രാജീവ് വിദ്യാഭ്യാസ മന്ത്രി, അതുപോലെ ഇവിടെ വന്ന കൃഷി മന്ത്രിയുണ്ട്. അതുപോലെ ഒത്തിരി, ഏറ്റവും പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും നമ്മുടെ ഏറ്റവും വെൽവിഷറുമായ ശ്രീ ഹൈബി ഈഡൻ, എറണാകുളത്തിൻ്റെ
എൻ്റെ MP, അതുപോലെ ഇന്നും രാവിലെ മുടങ്ങാതെ വന്ന് കോള് വിളിച്ച് ഉമ്മച്ചേച്ചി എപ്പോഴും വിളിച്ച് ചോദിക്കും, ആശുപത്രി കിടക്കയിൽ നിന്ന് വിളിച്ച് ചോദിക്കും എങ്ങനെയുണ്ട് പരിപാടി. കാരണം ഓരോ സ്പീക്കർ ഇവിടെ വരുന്ന ഉമ്മച്ചേച്ചിനെ കാണാൻ പോകും. അപ്പോൾ അവരവർ ഈ പരിപാടിയുടെ വിഷയങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ ഉമ്മച്ചേച്ചിയോട് പറയും. അപ്പോൾ ഉമ്മച്ചേച്ചി ഇന്നും വിളിച്ച് രാവിലെ 8:30 ഞങ്ങളെ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട്, നന്നായിട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും നമ്മളെ ഈ പരിപാടി ബഹുമാനപ്പെട്ട ആലുവ MLA അൻവർ സാദത്ത് വന്നു. കാരണം ഈ എല്ലാ രാഷ്ട്രീയക്കാരും ഒരു പാർട്ടികൾക്ക് അതീതമായിട്ട് നമ്മുടെ ഈവൻറ്റിനെ, നമ്മുടെ വിഷനെ എല്ലാവരും സ്വീകരിച്ചു എന്ന് പറയാം. എല്ലാ പാർട്ടികളിൽ നിന്നും ഒത്തിരി സപ്പോർട്ടും ഒത്തിരി സഹായങ്ങളും അല്ലെങ്കിൽ നമുക്ക് കിട്ടി. ഓക്കെ, അത് പറഞ്ഞു വരുമല്ല, ഞാൻ വിട്ടു. അപ്പോൾ അതുപോലെ ഇതിൻ്റെ വെന്യൂ സപ്പോർട്ട് ചെയ്തത് കിൻഫ്രയുടെ ഈ ഓഡിറ്റോറിയം ശരിക്കും കിൻഫ്രയുടെ ഓഡിറ്റോറിയമാണ്. ഈ ഓഡിറ്റോറിയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനെ കൊണ്ട് ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി കിൻഫ്ര ബിൽഡ് ചെയ്തതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഡേറ്റ് കിട്ടാതിരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇവൻറ്റ് നടത്തണം, അതുകൊണ്ട് വളരെ ധൃതി പിടിച്ചതിൻ്റെ പണി തീർത്ത് ഇനാഗ്രേറ്റ് ചെയ്ത് പിറ്റേ ദിവസം ആ കീ ഞങ്ങളുടെ കയ്യിലേക്കാണ് തന്നത്. അപ്പോൾ കിൻഫ്രയ്ക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു, ഈ ഒരു നല്ലൊരു ഓഡിറ്റോറിയത്തിൽ നല്ല പരിപാടി ചെയ്യാൻ പറ്റിയതിൽ. അതുപോലെ ഇതിൻ്റെ പാർട്ട്നേഴ്സ്, നമ്മുടെ സ്പോൺസേഴ്സ് ഉണ്ട്. ഏറ്റവും എൻ്റെ പ്ലാറ്റിനം സ്പോൺസർ കിൻറ്റലായിരുന്നു. IBMൻ്റെ സ്പിൻ ഓഫ് കമ്പനിയാണ്. കിൻറ്റലുമായിട്ട് ഞങ്ങളൊരു വലിയൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റിനെ ബോക്സ് എന്ന് പറയുന്നൊരു വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള പ്രൊജക്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കിൻറ്റലാണ് എൻ്റെ പ്ലാറ്റിനം സ്പോൺസർ. അതുപോലെ സപ്പോർട്ട് ചെയ്ത ബാക്കി ഒത്തിരി സ്പോൺസേഴ്സ് ഉണ്ട്. നമ്മുടെ എംവേഴ്സിറ്റി ഉണ്ട്, ലക്ഷ്യമുണ്ട്, അതുപോലെ എല്ലാ ബ്രാൻഡുകളും നിങ്ങൾക്ക് കാണാം. ഓരോ ബ്രാൻഡ് ഞാൻ എടുത്ത് പറയുന്നില്ല. ഇതിൻ്റെ കേറ്ററിംഗ് പാർട്ട്നേഴ്സ് ഉണ്ട്, അതുപോലെ എൻ്റെ മ്യൂസിക് ബാൻഡ് ചെയ്തവരുണ്ട്, ഈവൻറ്റ് ചെയ്തവരുണ്ട്, അതുപോലെ തന്നെ മനീഷ് ഇവിടെയുണ്ട്. ഈ ഒരു തീമിൽ നമ്മൾ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ സൊസൈറ്റീനെ ടച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു. അതുകൊണ്ട് ഫ്യൂച്ചർ ഓഫ് ഫിലിം ഇതിൻ്റെ ഒരു തീം തന്നെയായിരുന്നു. ആണ് നമ്മളതിനെ സഹായിച്ചത്. Day 1 മുതൽ ഇന്ന് വരെ ഫ്യൂച്ചർ ഓഫ് ഫിലിമിനെ കുറിച്ച്, നാളെ എങ്ങനെയായിരിക്കും സിനിമ എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതുപോലെ വേറെ എന്തെങ്കിലും നമ്മളെ ഇവൻറ്റ് സപ്പോർട്ട് ചെയ്ത വേറെ ഇത് മേക്ക് മൈ ഡേ ഉണ്ട്, അതായത് ഇത് ഇവൻ്റെ പ്രൊഡക്ഷൻ ചെയ്തത്. അതുപോലെ റൈനോ അവിടെ ഉണ്ടോ, റൈനോ ജൂബിൻ, ഇത് നമ്മളോട് ചെയ്തവരെല്ലാം വളരെ ക്ലോസ് ആയിട്ട് നമ്മുടെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി പോലെയായിരുന്നു. കാരണം ഇതൊരു ഫെസ്റ്റിവലാണ്. ഇത് തൃശ്ശൂർ പൂരമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. തൃശ്ശൂർ പൂരം കാണണമെങ്കിൽ ഇങ്ങോട്ട് പോരാ. ആ തൃശ്ശൂർ പൂരത്തിൻ്റെ സ്റ്റൈലിൽ ഞങ്ങൾക്ക് നടത്താൻ പറ്റി. അതുപോലെ നമ്മുടെ എക്സ്പ്രസ്സോ അഫ്താബ് എൻ്റെ അടുത്ത ഒരു സുഹൃത്തും ഒരു ബ്രദറും പോലെ. കാരണം ഇതിൻ്റെയൊക്കെ ഒരു കംപ്ലീറ്റ് ടീം 50-55 പേരുടെ ടീം യൂണിവേഴ്സിറ്റി തന്നെ താമസിച്ച് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുക. അതുപോലെ ബാക്കി ഒത്തിരി ഫ്രണ്ട്സ്, ഈ മുമ്പിലിരിക്കുന്നവർ എല്ലാവരും തന്നെ കുറേ നമ്മുടെ ഫ്രണ്ട്സാണ്. അതായത് ഇത് വേണ്ടി അവരുടെ ഇവൻ്റായിട്ട് എടുത്ത് ജോണേട്ടനുണ്ട്, മുസ്തഫയുണ്ട്, അതുപോലെ എല്ലാവരും അവരുടെ ഇവൻ്റായിട്ട് അങ്ങ് എടുത്ത് അവരുടെ സ്വന്തം ഇവൻ്റായിട്ട് വീട്ടിലൊരു കല്യാണം നടക്കുന്നത് പോലെ, അതുപോലെ നസ്രിൻ ഇരിക്കുന്നു, വീട്ടിലൊരു കല്യാണം നടക്കുന്ന പോലെ അതിൻ്റെ ആവേശത്തോടെ ഇത് ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഇതിനെ വിജയകരമാക്കി. അത് എല്ലാവരുടെയും സപ്പോർട്ടും സഹായവും ഇതിന് നന്ദി പറയുന്നു. പിന്നെ ഈ ഇവൻറ്റിന് കൊണ്ടുള്ള പർപ്പസ് ഞാൻ ആദ്യം പറഞ്ഞു. ഈ ഇവൻ്റ് കൊണ്ടുള്ള പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പർപ്പസ് ഉണ്ട്. നമ്മുടെ ഒരു വിഷനിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമ്മുടെ വിഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു 15 years ഡൗൺ ദ ലൈനിൽ നമ്മുടെ ഹാഫ് ഓഫ് ദ ക്യാബിനറ്റ് ഷുഡ് കം ഫ്രം ദിസ് യൂണിവേഴ്സിറ്റി. വി നീഡ് ഗുഡ് ഫിലിം മേക്കേഴ്സ്, വി നീഡ് ഗുഡ് ആർക്കിടെക്ട്സ്, വി നീഡ് ഗുഡ് ഡിസൈനേഴ്സ്, വി നീഡ് ഗുഡ് മ്യൂസീഷ്യൻസ്, അതുപോലെ നല്ല എൻജിനീയേഴ്സ്, നല്ല യൂണിക്കോൺസ്, നല്ല എൻ്റർപ്രൈസസ്, ഇതെല്ലാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരണം. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യങ്ങളിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഒരു ഓട്ടോ ഓടിക്കുന്ന ആൾ മുതൽ തെങ്ങ് കയറുന്ന ആൾ വരെ വന്നാൽ അവർക്കുള്ള കമ്പോണൻസ് ഇതിന് ഈ എലമെൻറ്റ്സ് ഇതിനകത്തുണ്ടെന്ന്. അത് എല്ലാം എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല, എന്നാൽ എല്ലാവർക്കും വേണ്ടിയുള്ള എന്തെങ്കിലും ഒന്ന് ഇതിനകത്തുണ്ട്. അത് ശരിക്കും അതിപ്പോൾ അത് വളരെ എവിഡൻ്റാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തിനടുത്ത ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞു. നമ്മുടെ റോബോട്ടിക് എക്സ്പോയും അതുപോലെ ഫുഡ് സ്ട്രീറ്റും അതുപോലെ നമ്മുടെ ഫ്ലീ മാർക്കറ്റും സ്റ്റുഡൻറ്റ് ബിനാലയും അങ്ങനെ വ്യത്യസ്തമായ അനുഭവം. മലയാളിക്ക് നന്ന് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ. സാധാരണ ഇതിൻ്റെ അതുപോലെ ഏറ്റവും അവസാനം പറയേണ്ടത് മീഡിയയാണ്. മീഡിയ തന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു സാധാരണ ഇവൻറ്റുകൾ ഓർഗനൈസ് ചെയ്യുന്ന മീഡിയ ഹൗസസ് ആണ്. അപ്പോൾ മീഡിയ ഹൗസസ് ഓർഗനൈസ് ചെയ്യുന്ന ഇവൻറ്റ്, മനോരമ ഒരു ഇവൻറ്റ് ചെയ്യുമ്പോൾ മാതൃഭൂമി അത് സ്വാഭാവികമായിട്ട് കവർ ചെയ്യാറില്ല. ഇവിടെ ആൾക്കാർ ഉണ്ടെങ്കിലും ക്ഷമിക്കണോട്ടെ, വ്യക്തമായിട്ട് അങ്ങ് പറയുക. മാതൃഭൂമി ചെയ്ത മനോരമ ചെയ്യാറില്ല. പക്ഷേ ഇത് എല്ലാ മീഡിയയും വളരെ ആവേശത്തോടെ കവർ ചെയ്തു, വളരെ ആവേശത്തോടെ ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇവിടെ നടക്കുന്ന സംസാരങ്ങളും സംവാദങ്ങളും ചർച്ചകളും ആശയങ്ങളും ആളുകളിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത മീഡിയ ടീം. അതുപോലെ എനിക്കറിയാം ഇത് ഈ സമ്മിറ്റ് 1 വർഷത്തേക്കുള്ള കോണ്ടൻറ്റ്, 1 വർഷമല്ല അതിനപ്പുറമുള്ള കോണ്ടൻറ്റ് ഈ 7 ദിവസം കൊണ്ട് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഹൃദ്യമായ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും നന്ദി പറയുന്നു. അതുപോലെ ഇനിയും അടുത്ത സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ഇതൊരു ബെഞ്ച് മാർക്ക് ഞങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ദ ടോക്ക് ഓഫ് ദ ടൗൺ നമ്മളൊക്കെ പറയും, അതല്ല ഇപ്പോൾ ടോക്ക് ഓഫ് ദ സ്റ്റേറ്റ്, ടോക്ക് ഓഫ് ദ കൺട്രി ആയി കഴിഞ്ഞു അഡ്വർടൈസ്മെൻറ്റോട്.
അതെ. അല്ല നമ്മുടെ ഇത് വളരെ മനോഹരമായിട്ട് ഇത് പരിപാടി അവതരിപ്പിച്ച 3 പേരുണ്ട്. ആർദ്രയും ദീക്ഷയും ആനും 3 പേരും അതിൽ ഇത് പരിപാടികൾ വളരെ മനോഹരമായിട്ട് ഇതൊക്കെ നമുക്കൊരു ഇതിൻ്റെ ഒരു ഫീല് ഞാൻ ഈ 7 ദിവസം ഇത് ആ ഒരു ഫീൽ ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. എനിക്കത് ഈ വാക്കുകളിൽ പറയാൻ പറ്റുന്നില്ല, അതെല്ലാം നിർത്താൻ പോവുക, കാരണം ഇത് വെയിറ്റ് ചെയ്ത് വരും മടുത്തു പോവും. അപ്പം ഏറ്റവും അവസാനം പറയാനുള്ളത് സ്റ്റുഡൻസിനോടാണ്. കാരണം ഈ ഒരു ഇവൻറ്റ് നിങ്ങൾ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ മുഖത്ത് കാണുന്ന സാറ്റിസ്ഫാക്ഷനും ആ ചിരിയുമാണ് ഓരോ ദിവസവും ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. 2 മണി വരെ നിങ്ങൾ അത് 2 മണി 3 മണി വരെ ക്യാമ്പസ് ലൈവായിട്ട് ഇങ്ങനെയൊരു ക്യാമ്പസ് ഉണ്ട് കേരളത്തിൽ, ഇതായിരിക്കണം നമ്മുടെ ക്യാമ്പസ്, ഇങ്ങനെ ആയിരിക്കണം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളുടെ സ്റ്റുഡൻസാണ്. അത്രയും ചിരി. സാറേ ഞാൻ മടുത്തോന്ന് എല്ലാവരോടും ഞാൻ ചോദിക്കും, കാരണം എനിക്ക് ചോദിക്കാൻ അതിങ്ങനെ ചോദിക്കണ്ടേ കാണുമ്പോൾ. എപ്പോഴും മടുത്തില്ല, നാളേക്ക് വേണ്ടി ഇനിയിപ്പോൾ അവസാന 2 ദിവസം പറഞ്ഞത് ഇപ്പോൾ തീരുമെന്നുള്ള വിഷമമാണെന്നാണ് പറയുന്നത്, ഇത് തീരുമെന്നുള്ള വിഷമമാണ്. ആ ഒരു സപ്പോർട്ട് സ്റ്റുഡൻസിൽ നിന്ന് കിട്ടി. അവർക്കെല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്ന ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ ക്യാമ്പസ് ഞാൻ പറയുമല്ലോ, ക്യാമ്പസ് നമ്മൾ തിങ്ക് ചെയ്ത ഇതാണ്. ഞാൻ ഏറ്റവും ക്യാമ്പസുകളിൽ പലപ്പോഴും 10 മണിക്ക് മ്യൂസിക് ബാൻഡ് 10 മണി 10:30 ആകുമ്പോൾ കഴിയും, എന്നിട്ട് ഒരു അൺപ്ലഗ്ഡ് മ്യൂസിക് 2-2:30 വരെ. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പോലീസ്, നമ്മുടെ ഇവിടെ പോലീസ് സ്റ്റേഷൻസ്, കമ്മീഷണർ ഓഫ് പോലീസ്, അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ്, എല്ലാവരുടെയും സപ്പോർട്ട്. ഇതൊക്കെ അല്ലെങ്കിൽ 10 മണി കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്യാൻ ഒരു പരിപാടി ഇവിടെ നടത്താൻ സമ്മതിക്കില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ എല്ലാവരും കൂടി ചേർന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം. അതായത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു, നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് ആൻഡ് വൈബ്രൻറ്റ് ഫെസ്റ്റിവൽ ഓഫ് ഫ്യൂച്ചറിസ്റ്റിക് ഫെസ്റ്റിവൽ. അതിന് ടാഞ്ചിബിളായിട്ട് നമ്മൾ റെക്കോർഡ് എൻട്രി ആയി. ഇതാണ് നമ്മൾ സ്വപ്നം കണ്ട കിനാശ്ശേരി. താങ്ക് യു. Thank you for beautifully summing up those words of gratitude. I think that calls for a loud, loud round of applause and appreciation for all of us who partook in this process of putting together the Summit of Future 2025. Back to you, Manish. ഞാൻ വിട്ടുപോയൊരു കാര്യം എൻ്റെ വീടാണ്. കാരണം ഈ 7-8 ദിവസത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിൽ സ്പെൻഡ് ചെയ്തതാകെ 30 അല്ലെങ്കിൽ 32 മണിക്കൂറായിരിക്കും 8 ദിവസം കൊണ്ട്. കാരണം എല്ലാ ദിവസവും 3 മണിക്കും പോയിട്ട് 7 മണിയാകുമ്പോൾ തന്നെ പുറത്തിറങ്ങും. അപ്പോൾ 8 ദിവസവും 32 മണിക്കൂർ. അപ്പോൾ ഇത് നടന്നത് അത് ഞാൻ ആ ആവേശത്തിലങ്ങ് വിട്ടുപോയതാണ്. അൻസു ഇവിടെയുണ്ട്, പിള്ളേരും ഉണ്ട്, അല്ലെങ്കിൽ തിരിച്ച്. അപ്പോൾ അത് ഞാൻ അപ്പം രഥവാൻ പറഞ്ഞപ്പോൾ ഞാനും ഓർത്ത് പറഞ്ഞില്ലല്ലോ എന്ന്. കാരണം അത് ഈ 32 മണിക്കൂർ ബാക്കിയുള്ള ദിവസങ്ങളിൽ 8 ദിവസങ്ങളിലും എല്ലാ സമയത്തും പുറത്തായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇപ്പം ഞാൻ അടുത്ത ട്രിപ്പ് വീണ്ടും തുടങ്ങും. അപ്പോൾ ഇതെല്ലാം സാധ്യമാകുന്നത് വീട്ടിലുള്ളതുകൊണ്ടാണ്. ഇവരൊക്കെ ഒരു മുൻകൂർ ബെയിലെടുത്ത് ഞാൻ ട്രിപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാദറുണ്ട് ഇവിടെ, എൻ്റെ അതുപോലെ തന്നെ ഫാദർ ഇൻ ലോ ഉണ്ട്, മദർ ഇൻ ലോ ഉണ്ട്, അല്ലെ വൈഫുണ്ട്, 2 പിള്ളേരും ഉണ്ട്. ഇവരെല്ലാം ഈ ഒരു സപ്പോർട്ട് കൊണ്ടാണ് അത് ഞാനതങ്ങൊരു എന്താ പറയുക ഒരു പ്രിവിലേജ് ആയിട്ട് എടുത്തു. കാരണം അത് പറയേണ്ട ഒരു രീതിയിൽ വിട്ടുപോയി. അവരുകൊണ്ടാണ് എൻ്റെ എല്ലാം തുടക്കം വീട്ടിൽ നിന്നാണല്ലോ. അപ്പം എല്ലാം അതും കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു ദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2026. സംവിധായകരോട് സംസാരിച്ച് തുടങ്ങാൻ തോന്നുന്നു. നമ്മളൊരു അതിഗംഭീരമായൊരു സമാപനത്തിൻ്റെ മൊമെൻറ്റിൽ അല്ലെ കുറേ കൂടി വൈകാരികമായിട്ടൊക്കെ ഉള്ളൊരു സമാപന സംസാരത്തിൻ്റെ തുടർച്ചയിലാണ് ചോദിക്കുന്നത്. നമ്മുടെ സിനിമയാണെങ്കിൽ കംപ്ലീറ്റ് ഒരു ആക്ഷൻ ഡ്രിവൺ സിനിമയാണല്ലോ. ഈ പെപ്പെ തുടർച്ചയായിട്ട് ആക്ഷൻ സിനിമ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ പുതിയതായിട്ടൊരു സിനിമ പറയുന്ന സമയത്ത് എക്സൈറ്റഡ് ആവണം ആക്ഷനിലും സ്റ്റോറിയിലും. നേരത്തെ ഗോവിന്ദ് VFX എക്സൽ ചെയ്തിട്ട് അങ്ങനെ ഒരു പെർഫോമൻസിൽ ട്രാക്ക് റെക്കോർഡായിട്ട് വരുന്ന ഒരാളാണ്. പെപ്പെ ഇംപ്രസ് ചെയ്തെടുത്ത് ഏത് രീതിയിലായിരുന്നു? നമസ്കാരം.
ഫസ്റ്റ് ഇനിഷ്യൽ തോട്ട് ഒരു ബോക്സിംഗ് സിനിമ ചെയ്യുക എന്നുള്ളതായിരുന്നു, സ്പോർട്സ് ഫിലിം ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം ആ സിനിമ ഒരു ഒരു ഐഡിയ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അത് തിരക്കഥയാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം ആക്ടർ മനസ്സിലുണ്ടായിരുന്നില്ല അത് ശരിക്കും ആ കഥ കൺസീവ് ചെയ്യുമ്പോൾ. അതിനുശേഷം ഞാൻ വാലിബൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടാണ് ഞാൻ ഈ കഥ പറയുന്നത്. അപ്പോൾ അവർക്ക് ആക്ച്വലി അത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടുന്നാണ് ഇപ്പോൾ സെഞ്ച്വറി കൊച്ചുമോൻ സാറും വാലിബൻ്റെ പ്രൊഡ്യൂസേഴ്സ് അച്ചുവും ശിവ സാറും എല്ലാം അവരൊറ്റ ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ ഇതിന് പറ്റിയ ഒരാൾ ആൻ്റണി പെപ്പെ ആണ് എന്ന് പറഞ്ഞു. അത് അവരുടെ സജഷനായിരുന്നു. അപ്പം ഞാൻ അതിനു മുമ്പ് തന്നെ ഒരു 5-6 വർഷമായിട്ട് ഇപ്പോൾ തീവണ്ടിയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു, കൽക്കിയിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ഞങ്ങൾ 3 പേരും ഇപ്പം ഞങ്ങൾ 3 പേരും ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു ബിറ്റ് ഇമോഷണൽ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദർ വാസ് 3 ഫ്രണ്ട്സ്, വൺസ് ദേ വെയർ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, നൗ ഡയറക്ടർ, റൈറ്റർ ആൻഡ് എഡിറ്റർ. അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ സിനിമ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ കിട്ടി. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു, വെൻ ഫിലിം ഹാപ്പൻസ്, വെൻ ക്രിയേറ്റിവിറ്റി മീറ്റ്സ് ക്യാപിറ്റൽ. അത് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു. ഐ ഗെറ്റ് ക്യാപിറ്റൽ. സോ ഇഫ് പെപ്പെ കംസ് ഇൻ, സിനിമ നടക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ദെൻ പെപ്പെ ചേസ് ചെയ്തു, പിടിച്ചു. ഞങ്ങൾ കഥ പറഞ്ഞ് തീർന്നപ്പോൾ പുള്ളി അത് ഓക്കെ പറഞ്ഞു. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു പുള്ളി. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ 2 കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് അത് ബിഗ്ഗർ ഹിറ്റായി, RDX. സോ ഭയങ്കര പിന്നീട്, അതായത് ഈ പെപ്പെ ആൻഡ് പ്രൊഡക്ഷൻ കംസ് ഇൻ കുറച്ചുകൂടെ ഇതായിരുന്നു, പ്രൊഡക്ഷൻ ഡിസിഷൻ ആയിരുന്നു ഫസ്റ്റ് പെപ്പെ എന്നുള്ളത്. പക്ഷേ പിന്നീട് ഇപ്പോൾ ഞങ്ങൾ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ പെപ്പേനെ നിർത്തി തയ്പ്പിച്ച ഉടുപ്പ് പോലെയാണ് തിരക്കഥ ഇരിക്കുന്നത്. അത് പെപ്പെ അല്ലാതെ മറ്റൊരാളും, കാരണം ഫസ്റ്റ് ഷിബു ബേബി ജോൺ സാറാണ് പെപ്പയുടെ പേര് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ പ്രിവ്യൂ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ആൾ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, പ്ലസ് അവന് അല്ലാതെ വേറൊരാളെ എനിക്ക് തിങ്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന്. അത് ഭയങ്കര ഒരു അംഗീകാരമായിട്ട് തോന്നിയത്. സോ അങ്ങനെയാണ് ഞങ്ങൾ പെപ്പയിലേക്ക് എത്തുന്നത്. പിന്നെ ഞാൻ പിന്നീട് ഷൂട്ടിൻ്റെ ഇടയിൽ പെപ്പേൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഈ സിനിമയിൽ ആക്ഷനും ഉണ്ട്, ഒരു ഇമോഷണൽ പാട്ടും ഉണ്ട്. എനിക്ക് കഥ പറയുമ്പോൾ എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു, കാരണം ഞാൻ കഥ പറയാൻ ചെല്ലുന്നത് പെപ്പെ ഒരു കോളേജ് സ്റ്റുഡൻ്റായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയിലായിരുന്നു. ഞാൻ ചെന്നിട്ട് പറയുന്നത് 8 വയസ്സുള്ളൊരു കുട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിക്കാനായിരുന്നു. ബട്ട് ഒരു ഹെസിറ്റേഷനും കൂടാതെ പുള്ളി അപ്പോൾ ഓക്കെ അടിച്ചു. അത് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഞാൻ ചോദിച്ചായിരുന്നു, എന്തായിരുന്നു ദാവീദിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചതെന്ന്. അപ്പോൾ ദാവീദിൽ എക്സൈറ്റ് ചെയ്യിച്ചത് ആക്ഷനിലുപരി ആ സിനിമയിലുള്ള ഫാമിലി ഇമോഷൻസ് ആയിരുന്നു എന്നാണ് പെപ്പെ പറഞ്ഞത്. എസ്പെഷ്യലി അതിൽ ഇൻ്റർവെല്ലിന് മുമ്പ് വരുന്ന 2-3 സീനുകളിൽ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് പെർഫോമൻസ് ആണ് പെപ്പെ തന്നിരിക്കുന്നത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഷൂട്ട് ചെയ്ത ഒരു സീനുണ്ട്. പെപ്പയുടെ ഫേസിൽ വെച്ചൊരു ക്ലോസ് ഷോട്ട്, പെപ്പെ ഓഡിയൻസിനെ നോക്കുന്നത് പോലെയാണ് അത് ഫീൽ ചെയ്തത്. സോ ദാറ്റ്സ് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നിങ്ങൾ ഇതിലെ ആക്ഷനെ അംഗീകരിക്കുന്നതിനോടൊപ്പം ഇതിൽ പെപ്പയുടെ പെർഫോമൻസിനെ ഒരാളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എടുത്ത എഫേർട്ടിൻ്റെയാണ്. അത് ആ ഇമോഷൻസാണ് അദ്ദേഹത്തെ സിനിമയിലേക്ക് ആകർഷിച്ചത്. ഈ ദീപുലേക്കും രാജേഷിലേക്കും വരാതിന് മുമ്പ് സാലു കോവിഡ് കാലത്ത് ഒരു ഇന്ത്യൻ സിനിമ ഒന്നാകെ ചർച്ച ചെയ്ത ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ DOP ആണ്. അതിനുശേഷം കാതൽ ചെയ്യുന്നു. സാലുവിനോട് ആദ്യം ചോദിക്കാനുള്ളത്, സാലു നേരത്തെ ചെയ്ത സിനിമകളുടെ ഒന്നും സ്വഭാവമോ ശൈലിയോ രീതിയോ അല്ല. ഉറപ്പായും ഒരു SRFT ഗ്രാജുവേറ്റ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫിയിൽ ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ടാസ്ക് അല്ല. നിങ്ങളുടെ ഒരു കൊളാബറേഷൻ ഡിസിഷൻ എന്തായിരിക്കും? എന്ന് വെച്ചാൽ അതിനുശേഷം എന്തുകൊണ്ട് സാലു എന്ന് തിരിച്ചും ചോദിക്കാം. ആദ്യം സാലുവിനോട് ഇത് തിരഞ്ഞെടുക്കാനുള്ളൊരു റീസൺ എന്താണ്? നേരത്തെ ചെയ്ത സിനിമകളുടെ ഒരു കാതലിന് ശേഷമല്ലേ ഇത് ചെയ്യുന്നത്, അല്ലേ? കാതലിന് ശേഷം നെക്സ്റ്റ് ചെയ്യുന്നത് ദാവീദ് അല്ലേ? അല്ല, വേറൊരു സിനിമ ഇടയ്ക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ദാവീദിലേക്ക് എത്തുന്നത്. ദാവീദ് കഥ എനിക്ക് ആദ്യം എൻ്റെ അടുത്ത് കഥ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രാകേഷാണ്. രാകേഷ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര അട്രാക്റ്റഡായി. ബോക്സിംഗ് ഫിലിം എന്ന് പറയുമ്പോൾ ഞാൻ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്ന സിനിമയിൽ നിന്ന് മാറി വേറൊരു ജോണർ പിടിക്കണം എന്നൊരു ആഗ്രഹത്തിൽ ബഹളമൊന്നും ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരുന്ന ആളല്ലേ? ആക്ഷൻ മാത്രമല്ല, മൊത്തത്തിലൊരു എന്താ പറയുക, എൻ്റർടൈനർ എന്നൊരു ജോണറിലേക്ക് ഒരു സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മോഡിലേക്ക് ഇരുന്നപ്പോഴാണ് ഈ കഥ കേൾക്കുന്നത്.
അപ്പോൾ എന്നിലേക്ക് വരുന്ന സമയത്തെല്ലാം ഓണാണ്, പ്രൊഡക്ഷൻ ഓണാണ്, ആൻ്റണി ഉണ്ട്, എല്ലാവരും ഷൂട്ട് ചെയ്യാൻ ഒരു 2 months മുമ്പേ 3 months മുമ്പെയാണ് ജോയിൻ ചെയ്യുന്നത്. പ്രീ പ്രൊഡക്ഷന് 3 months മുമ്പേ. എനിക്ക് വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഷൂട്ട് ചെയ്യാനും. പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമ വെച്ച് വളരെ ഡിഫറെൻ്റുമാണ്. അതിനോട് ഗോവിന്ദനോട് ചേർത്ത് ചോദിക്കാനുള്ളത്, ഇപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഒരുപാട് ആക്ഷൻ കൊറിയോഗ്രഫിയുള്ള സിനിമകൾ കാണുന്നുണ്ട്. എന്നാൽ പോലും ഇതിനൊരു നിങ്ങൾക്കൊരു യുണീക്ക് ഡിസൈൻ വേണമെന്ന് തീരുമാനിക്കുമല്ലോ. നിങ്ങളുടെ റൈറ്ററും DOP ഒക്കെ ചേർന്ന് വരുമ്പോൾ അതിനൊരു നിങ്ങളുടേതായൊരു തനതായ ഡിസൈൻ വേണം. എന്നാൽ ശാസ്ത്രീയമായിട്ട് ഈ ബോക്സിങ് എന്ന് ഇത് തോന്നുന്ന രീതിയിൽ തന്നെ ഇത് ചിത്രീകരിക്കുകയും വേണം, വിശ്വസനീയമാവും വേണമല്ലോ. അതിനുവേണ്ടി എന്ത് തരത്തിലാണ് ഈ സിനിമ കൺവിൻസ്ഡ് ആക്കാൻ, അങ്ങനെ ഒരു മേക്ക് ബിലീഫ് സെറ്റ് ചെയ്യാൻ എന്താ ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ കഥ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഏറ്റവും ഓതൻറ്റിക് ആവേണ്ടത് ഇതിൻ്റെ ബോക്സിങ് രംഗങ്ങളായിരുന്നു നമ്മൾ ഫിക്സ് ചെയ്തിരുന്നു. പ്രൊഡക്ഷനിൽ നിന്നും പറഞ്ഞിരുന്നു അതിൽ ഒരു കോംപ്രമൈസും വേണ്ടാന്ന്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ആക്ടർ അത് ഒരു 6 months സ്പെൻഡ് ചെയ്ത് പഠിക്കാൻ, കാരണം ബേസിക്കലി പുള്ളി പെർഫോം ചെയ്യുന്നത് ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ പുള്ളി അത് 6 മാസം എടുത്തത് പെർഫോം ചെയ്യാനായിട്ട് തയ്യാറായിരുന്നു. പിന്നീട് ഞാനും ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫറുണ്ട്, പ്രഭു മാസ്റ്റർ എന്ന് പറഞ്ഞ PC സ്റ്റണ്ട്സ്. അപ്പോൾ അദ്ദേഹം ആക്ച്വലി അദ്ദേഹം ഇന്നാവുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈഡ് ചെയ്തിരുന്നു പ്രഭു മാസ്റ്ററാണ് ഈ പടം ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം ഇന്നാവുമ്പോൾ തന്നെ ഹി കം അപ്പ് വിത്ത് സം യുണീക്ക് ഐഡിയാസ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി കുറച്ച് ബോക്സേഴ്സിനെ വിളിച്ചു. അവരെ വിളിച്ചിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ബോക്സിംഗ് ഫിലിംസ് കണ്ടിട്ട് അതിൽ നിന്ന് എത്രത്തോളം ഡിഫറെൻറ്റ് പരിപാടികൾ പിടിക്കാം എന്ന് നോക്കി. എന്നിട്ട് റിയൽ ബോക്സേഴ്സിനെ വിളിച്ചിട്ട് ക്ലൈമാക്സ് ഫൈറ്റ് കുറേ കോമ്പോസിഷൻ ചെയ്ത് നോക്കി. അപ്പം ഇപ്പോൾ എൻഡ് ഓഫ് ദ ഫിലിം 12 minutes ലോങ് ക്ലൈമാക്സ് ഫൈറ്റ് ആണുള്ളത്. ബിക്കോസ് ക്ലൈമാക്സ് ബോക്സിംഗ് ആണെന്നാണ് പറയുന്നത് അല്ലേ, ക്ലൈമാക്സ് ഫൈറ്റിനെ കുറിച്ചല്ലേ? അതെ, വി ഓഫർ എ ബോക്സിംഗ് ഫിലിം ആൻഡ് മലയാള സിനിമയിൽ ആ 12 minutes ഓഫ് ഫൈറ്റുള്ള ഫസ്റ്റ് ഫിലിമാണ് തോന്നുന്നത് ഇൻ സെൻസ് ഓഫ് ബോക്സിംഗ്. സോ ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് ഒരു ബോക്സിംഗ് ഫിലിമാണ്, സ്പോർട്സ് ആക്ഷൻ ഫിലിമാണ്. അത് ദാറ്റ് ഡെലിവേർഡ് ഇൻ ക്ലൈമാക്സ് വി ബിലീവ്. അത് കൺസീവ് ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടുമുണ്ട്. അപ്പോൾ അതിലെ മൂവ്മെൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഐഡിയയും നമ്മൾ കണ്ട ഐഡിയാസും ഇൻട്രാക്ഷൻ, ആ ബോക്സേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ. ദുബായിൽ ആൻ്റണീനെ പഠിപ്പിച്ച കോച്ച് ഉണ്ടായിരുന്നു, ജിതിൻ ചേട്ടൻ. അപ്പോൾ അദ്ദേഹം നാഷണൽ ബോക്സറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻപുട്സ് ഇത് വെച്ചിട്ട് വി ഗോട്ട് എ ഡീസൻറ്റ് കൊറിയോഗ്രാഫി. ദെൻ ആൻ്റണിയായിട്ട് ആ കൊറിയോഗ്രാഫി സ്പാറിങ്ങിലൂടെ ചെയ്ത് നോക്കി. ഇപ്പോൾ ശരിക്കും ദാറ്റ് മൊമെൻറ്റ് കുറച്ച് ഡിഫിക്കൽട്ട് മൊമെൻ്റ് ആയിരുന്നു. കാരണം ആക്ട് ചെയ്യുകയായിരുന്നില്ല. ടിൻസൺ എന്ന് പറയുന്ന അസിസ്റ്റൻറ്റ് കോച്ച് ഉണ്ടായിരുന്നു. അയാളുമായിട്ട് ആൻ്റണി സ്പാർ ചെയ്ത് നോക്കി. അത് സ്പാർ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ക്ലൈമാക്സിലേക്ക് ചെന്നത്. ബട്ട് ക്ലൈമാക്സിലേക്ക് ചെന്നപ്പോൾ അതിൻ്റെ ഇംപ്രവൈസേഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഈവൻ കുറച്ച് മൂമെൻറ്റ്സ് ഒക്കെ സ്പോട്ടിൽ നമുക്ക് കിട്ടി. അതിൽ കുറേ ഹൈ മൊമെൻറ്റ്സ് പരിപാടി കിട്ടി. പിന്നെ ഗിവ് ആൻഡ് ടേക്ക് ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. സാലു ടുക്ക് ലോഡ് ഓഫ് റെഫറൻസ് ഷോർട്സ് ഇങ്ങനെ എടുക്കണം. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ സാലു പറഞ്ഞിരുന്നു നമുക്ക് ആക്ച്വലി അവരുടെ റിങ്ങിലേക്ക് പോയിട്ടുള്ള ഒരു പരിപാടി വേണമെന്ന്. അപ്പം ഞാൻ ആക്ച്വലി സാലുവിനോട് പറഞ്ഞു നമുക്ക് ഇടി ഫീൽ ചെയ്യണം. അത് ഭയങ്കര ആക്ച്വലി ടെലിവൈസ്ഡ് ഇതിൽ വരുമ്പോൾ അത്രയും ക്യാമറ പോവില്ല അല്ലേ? അതെ. ഇപ്പം ടെലിവിഷനിൽ നമ്മൾ കാണുമ്പോൾ പുറത്താണ് ക്യാമറ നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു പരിപാടി. പക്ഷേ ഇത് അവരുടെ കൂടെ പോയിട്ട് ആ ഇമോഷൻസ് ഇടി ഫീൽ ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ചാലഞ്ച്. അങ്ങനെ തന്നെയാണ് അത് പോയത്. നോർമലി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ കാണുന്ന ടെലിവൈസ്ഡ് ബോക്സിംഗ് ഇതിൽ ഇമോഷൻസ് അല്ല, ആക്ഷൻസ് ആണ് വരുന്നത്. ആക്ഷൻസ് പ്ലസ് ഇമോഷൻസ് വരും. ഒരു പക്ഷേ ഫേഷ്യൽ എക്സ്പ്രഷൻസിലേക്ക് കൂടി ഫോക്കസ് പോവാം എന്നുള്ളത്. അതായത് എങ്ങനെയാണ് ഇമോട്ട് ചെയ്യുന്നത് ആ മൊമെൻറ്റിൽ അയാളുടെ ഇപ്പോൾ ഒരു രണ്ട് ക്യാരക്ടറാണല്ലോ ഇടിക്കുന്നത്, മറ്റേത് 2 പെർഫോമേഴ്സിനെയാണല്ലോ കാണുന്നത്, 2 ബോക്സേഴ്സ് ഇത് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതായത് നിങ്ങൾ അതിൻ്റെ ഒരു കൊറിയോഗ്രാഫിയിൽ തന്നെ അതിലൊരു ഇമോഷണൽ ഫാക്ടർ ഉണ്ടായിരുന്നു. കാര്യം ആ തോട്ട് പ്രോസസ്സിൽ സിനിമാസ് വൈ അബു ആ ഫൈറ്റിന് ഇറങ്ങണം, അബു അതായത് എന്തിനിറങ്ങണം, എങ്ങനെ ഇടിക്കുന്നു, ഇത് രണ്ടുമാണ് 2 പാർട്ടായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ആ 2ാമത്തെ പാർട്ടിൽ ആ ഇറങ്ങുന്ന ഇമോഷന് വേണ്ടിയിട്ടാണ് അയാൾ ഇറങ്ങുന്നത്. അയാൾ ഒരു ഇമോഷനുമായിട്ടാണ് അയാൾ ഇറങ്ങുന്നത്. സോ ആ ഇമോഷനിലാണ് ആ ക്യാരക്ടർ ആ ഫൈറ്റിൽ നിൽക്കുന്നത്. ആ ഇമോഷനെ അതിൻ്റെ ഗ്രാഫ് അപ്പ് ആൻഡ് ഡൗൺസിൽ പോകുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇമോഷൻ ഹോൾഡ് ചെയ്തിരുന്നു
ഇപ്പം അതിൻ്റെ കോൺസെപ്റ്റ് ഭയങ്കര സിമ്പിളാണ്. കാരണം ഇപ്പം നമ്മൾ ബുക്ക് മൈ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു സിനോപ്സിസ് എഴുതി. കാരണം അത് തിരിച്ചാണ്, സാധാരണ സിനോപ്സിസ് എഴുതിയിട്ടാണ് സിനിമ എഴുതുന്നത്. സിനിമ എഴുതി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സിനോപ്സിസ് എഴുതിയത്. അപ്പോൾ സിനോപ്സിസ് ഇങ്ങനെയാണ്: എ മാൻ ഹൂ വെൻ ഫോർ എ ഡെഡ്ലി കോമ്പാക്ട് ഫോർ ഹെർ ഡോട്ടർ. അപ്പോൾ ആ ഡെഡ്ലി കോമ്പാക്റ്റിന് അയാൾ ഇറങ്ങുന്നു എന്ന് പറയുന്നത് ആ ഇമോഷൻ കംപ്ലീറ്റ്ലി പിടിച്ചിട്ടുണ്ട്. അയാളൊരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആ കോമ്പാക്റ്റ് എന്ന് പറയുന്നൊരു പരിപാടി പിടിച്ചിട്ട് ആ ഇമോഷനിൽ നിർത്തിയിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ രണ്ടുപേരെ കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു ഇത് പറഞ്ഞിരുന്നു. അതായത് ഒരാൾ ഒരു ഹാർഡ് ഹിറ്ററാണ്. അപ്പോൾ ലൈക്ക് മൈക്ക് ടൈസനെയൊക്കെ പോലെ ഹാർഡ് ഹിറ്ററാണ്. അടുത്ത ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശാരീരികമായിട്ട് ഫ്ലെക്സിബിലിറ്റിയൊക്കെ ഉള്ള സ്പീഡുള്ളൊരു ബോക്സറായിരുന്നു. ഇതായിരുന്നു ആ ബേസിക് കൊറിയോഗ്രാഫി ഐഡിയ. രണ്ടുപേര് തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ഉള്ള ബേസിക് ഐഡിയ. അത് വെച്ചിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്, ഫുൾ കൊറിയോഗ്രാഫി വർക്കൗട്ട് ചെയ്തത്. എൻഡിൽ നമ്മൾ 11 ഡേയ്സാണ് ക്ലൈമാക്സ് ഫൈറ്റ് ഷൂട്ട് ചെയ്തത്. ആ 11 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബേസ് എഡിറ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ആ എഡിറ്റ് കഴിഞ്ഞപ്പോൾ റഫറി ആയിട്ട് അഭിനയിക്കാൻ വന്നത് രമേശ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ റഫറിയും ബോക്സിങ് കോച്ചുമാണ്. അപ്പോൾ പുള്ളി എൻ്റെ കൂടെ ഇരുന്നിട്ട് പഞ്ചസിൻ്റെയൊക്കെ പെർഫെക്ഷൻ നോക്കാൻ വേണ്ടി നമ്മൾ കൂടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒരു മത്സരം കണ്ട ഫീലും പ്ലസ് ഈ ഒരു ഹാർഡ് ഹിറ്ററും ഒരു ഭയങ്കര പേസ് ഉള്ളൊരു അതായത് ഒരു ശാരീരികമായിട്ട് സ്പീഡുള്ളൊരു ബോക്സറും തമ്മിലുള്ള ഒരു ഫൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. ദെൻ ഓക്കെ, ഹാപ്പിയായി. നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടി, പ്രൈമറി അപ്രൂവൽ കിട്ടി. അല്ല, നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടി എന്ന് പറയുമ്പോൾ മറ്റേ മൂടായിരുന്നു. ആദ്യമായിട്ടാണ് പരിപാടി അവതരിപ്പിച്ചിട്ട് കിട്ടിയോ, അതായിരുന്നൊരു ഫീൽ. പിന്നെ അതിൽ പുള്ളി ആ ശാരീരിക ഫിസിക്കൽ അപ്പിയറൻസിൽ വന്നു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അത് സൂപ്പറായിരുന്നു. ഇതിൽ ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ആ ഇൻപുട്സും അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ലൈറ്റപ്പിൽ ഭയങ്കര രസമാണ് ആ ഫൈറ്റ് കാണാൻ. ചില ഷോട്ടൊക്കെ നമ്മൾ കുറച്ചൊക്കെ പൊക്കോട്ടെന്ന് പറയും. ഫാനിനോടെ തീർത്താറായാലൂടെ എന്ന് ചോദിക്കും. കാരണം അത് ഭയങ്കര രസമായിട്ട് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൽ തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ചെയ്ത സാലു, പടം ഒന്നും ചെയ്യാത്ത ഞാൻ, ആവാസ വ്യൂഹം ചെയ്ത രാജേഷ്, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? അത് ഞങ്ങൾ കൊമേഴ്ഷ്യൽ പടം എടുക്കാൻ പോവാണ്. ഇതായിരുന്നു അവിടുത്തെ സംഭവം. പക്ഷേ അത് ഇപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ ഇത് വന്നിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ കഥ പറഞ്ഞ സാധനം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതൊരു സന്തോഷം. ദീപു, ഈ കാര്യത്തിൽ ഇതിൻ്റെ ഒരു ഐഡിയ ഉണ്ടല്ലോ. ഇപ്പം ബോക്സർ എന്നൊക്കെയുള്ള പേരിൽ തന്നെ മലയാളത്തിൽ പടമുണ്ട്, ബോക്സിങ് ഫീൽഡ് സിനിമയുണ്ട്. അതുമാത്രമല്ല, നമ്മളുടെ ഒരു ടെലിവിഷൻ ഓഡിയൻസിനെ നോക്കിക്കഴിഞ്ഞാൽ മലയാളി എമ്പണ്ടേ റിമോട്ടുമായിട്ട് ഈ പറയുന്ന ബോക്സിങ്, അതായത് കൊറിയോഗ്രാഫഡ് ആയിട്ടുള്ള ബോക്സിങ് സീക്വൻസസും ബോക്സിങ് ഷോസൊക്കെ കാണുന്ന ആളുകളുണ്ട് നല്ലൊരു ശതമാനം. ഈ ഐഡിയ ഏത് രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്? ഇതിൻ്റെ സ്റ്റോറി ഐഡിയ എന്നുള്ള രീതിയിൽ എന്ത് സ്റ്റോറി ഐഡിയ? ഇപ്പം നമസ്കാരം ആദ്യം തന്നെ. അപ്പം ഞാനും ഗോവിന്ദും കുറേ കഥകൾ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് നമുക്ക് ഇങ്ങനൊരു ഐഡിയ വന്നത്. ഈ ഐഡിയ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ കഥയിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും നമുക്ക് നേരിട്ടറിയാവുന്ന ആൾക്കാരാണ്. അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം ഭയങ്കര വലുതായിരുന്നു. കാര്യം ബാക്കി ആൻ്റണിയുടെ കഥാപാത്രമായാലും സൈജുവേട്ടനായാലും ബാക്കി എല്ലാവരും ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സിനെ ഞങ്ങൾക്ക് നേരിട്ടറിയാവുന്ന കഥാപാത്രങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം ഭയങ്കര വലുത് തന്നെയായിരുന്നു. പിന്നെ ഗോവിന്ദിന് കൃത്യമായ ധാരണകളുണ്ടായിരുന്നു. എടാ, നമുക്ക് ഇത് ഇങ്ങനെയാണ് പോകേണ്ടത്, ഈ സീക്വൻസ് ഇങ്ങനെയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ കൂടെ നിന്ന് കൊടുത്താൽ മതിയായിരുന്നു. ആ ഒഴുക്കിലങ്ങ് പോവുമായിരുന്നു പരിപാടിയും കാര്യങ്ങളും. ഞാൻ ചോദിക്കാനുള്ള ഇപ്പോൾ ആവാസവ്യൂഹം ഒരു മോക്യുമെൻ്ററി സ്വഭാവത്തിലേക്ക് വന്ന ഒരു എഡിറ്റിംഗ് പാറ്റേണിലടക്കം കുറച്ചുകൂടി നമുക്ക് മലയാളിക്ക് പുതുമയുള്ളതാണ്. ഒരു ബോക്സിങ് തീമായ ക്യാരക്ടേഴ്സ് അങ്ങനെ വരുന്ന പെർഫോമൻസുള്ളൊരു സിനിമ എന്നുള്ള നിലയിൽ വരുമ്പോൾ എല്ലാവർക്കും ടെലിവിഷനിൽ കണ്ട, വീഡിയോ കാസറ്റിൽ കണ്ട, അല്ലെ പലതരത്തിൽ കണ്ട ബോക്സിങ് സിനിമകൾ കണ്ടൊരു അനുഭവമുണ്ട്. എഡിറ്റ് പാറ്റേണിൽ നിങ്ങൾ എന്താ സത്യം ചെയ്തേക്കുന്നത്? ഹായ് ഓൾ. ഇപ്പോൾ നേരത്തെ ഗോവിന്ദ് പറഞ്ഞ പോലെ ഞാനൊരു സൈഡിൽ ഇൻഡിപെൻഡൻറ്റ് സിനിമയെല്ലാം എഡിറ്റ് ചെയ്ത് മോക്യുമെൻ്ററി എല്ലാം ചെയ്ത് ഡോക്യുമെൻ്ററീസ് ഒക്കെ ചെയ്തിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഈ ബോക്സിങ് സിനിമ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് ഇപ്പോൾ ഈവൻ ഷോർട്ട് മേക്കിംഗ് ആണെങ്കിലും എഡിറ്റ് സ്റ്റൈലാണെങ്കിലും അതിൽ കുറച്ചധികം സ്റ്റൈൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. സ്റ്റൈൽ ഓവർ നമുക്ക് കുറച്ച് അതിൽ എങ്ങനെ നമുക്ക് കുറച്ചും കൂടി അതിലൊരു ഇമോഷൻ എന്ന് പറയുന്നത്, ഫ്രെയിമിൽ എങ്ങനെ ഇമോഷൻസ് കൊണ്ടുവരാം എന്ന അതിൻ്റെ ഒരു എക്സ്ട്രാ എലമെൻറ്റ് നമ്മൾ ആക്ച്വലി ആദ്യം തൊട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എഡിറ്റിൽ തന്നെ ആദ്യം ഓരോ സീക്വൻസിൻ്റെ ഓർഡറിങ് ആണെങ്കിലും അതിൻ്റെ ഷോർട്ട് മേക്കിംഗ് എല്ലാം ഫസ്റ്റ് തന്നെ എഡിറ്റിൽ ഇങ്ങനെ ചെയ്യാം. ഈ ഒരു ലൈക്ക്
ബേസിക് തിയറീസ് എല്ലാം ഫോളോ ചെയ്ത് തന്നെയാണ് പോയതെല്ലാം. അതിൽ തന്നെ നമുക്ക് എങ്ങനെ കുറച്ചും കൂടി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ഇത് ഒരു ബോക്സിംഗ് മാച്ച് കാണുന്ന ഫീൽ മാത്രം കൊടുക്കാൻ പാടില്ല. അപ്പോൾ ബോക്സിംഗ് മാച്ച് കാണും വേണം, എന്നാൽ പ്ലസ് അതിനകത്ത് വരുന്ന ഓരോ മൈക്രോ ഇമോഷൻസ് ആയിരിക്കും നമുക്ക് കൂടുതൽ ഇതിനകത്ത് ചിലപ്പോൾ കിക്ക് കിട്ടുക. സോ അത് എഗെയിൻ സൗണ്ട് ഡിസൈൻ ആണെങ്കിലും അങ്ങനെ പല എലിമെൻറ്റ്സ് എല്ലാം കൊണ്ടുവന്ന്, പക്ഷേ ഇതിന് ബേസ് എലിമെൻറ്റ് കൊടുക്കുന്ന വെച്ചാൽ എഡിറ്റായിരിക്കും. അപ്പം അത് റെസ്പെക്ട് ചെയ്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസും ടൈമും എഡിറ്റ് ബിൽഡ് ചെയ്യാൻ തന്നെയായിരുന്നു. അത് നമുക്ക് മെയിനായിട്ട് വേണ്ട ഫോക്കസ് തന്നെയാണ്. നമുക്ക് എത്ര ഷോട്ട്സ് കിട്ടും ഊഹിക്കാം. കാരണം ഒരു ബോക്സിങ് നേരത്തെ ഗോവിന്ദ് ഒരു 11 days ഷൂട്ടായിരുന്നു, അതിനകത്ത് എത്ര റഷസ് കാണുമെന്ന് ഊഹിക്കാം. പക്ഷേ ആ റഷസിലൊക്കെ എന്താണ് എന്താണ് നമുക്ക് പുട്ട് ഓൺ ചെയ്യേണ്ടത് എന്ന സാധനം ഫോക്കസ് ചെയ്ത് പിക്ക് ചെയ്തെടുക്കാൻ തന്നെയായിരുന്നു എഡിറ്റിൽ ചെയ്ത സാധനം. അത് ഭയങ്കര റിലാക്സ് ചെയ്തിരുന്ന് വർക്ക് ചെയ്തു. അത് ആ റിലാക്സേഷൻ കിട്ടിയത് ആക്ച്വലി എൻ്റെ പാസ്റ്റ് മോക്യുമെൻ്ററീസും ഡോക്യുമെൻ്ററി ചെയ്ത ഒരു പേഷ്യൻസിൽ തന്നെയായിരുന്നു. അതിനെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം ചോദിക്കാനുള്ളത്, രണ്ടായിട്ട് ചോദിക്കുന്നത്. ഒന്ന് ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ ബോക്സിംഗ് പെർഫോം ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രൊഫഷണൽ ബോക്സർ എന്നുള്ള രീതിയിൽ പെർഫോം ചെയ്യണം. അതേസമയം തന്നെ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് നിന്ന് പുറത്ത് കടക്കാനും പാടില്ല. രണ്ടും ശ്രദ്ധിക്കണമല്ലോ. അവിടെയും രണ്ട് തരത്തിലും പിഴയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇമോട്ട് ചെയ്യപ്പെടും വേണം, ആ സമയത്ത് പെർഫോമൻസിൽ ഈ പറഞ്ഞ അടിതടവുകളെല്ലാം മറ്റേ ശാസ്ത്രീയമായിട്ട് ചെയ്യണം എന്നുള്ളതുണ്ടല്ലോ. അങ്ങനെ അതൊരു മൾട്ടി ടാസ്ക് ആയിരുന്നു, എങ്ങനെയായിരുന്നു? അതിനകത്ത് ബോക്സിങ്ങിൻ്റെ സംഭവം നമുക്ക് ഇത്തിരി അത് കാരണം അത് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ നാടനടിയും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതിനകത്ത് കുറേ ലീവിങ്സ് പരിപാടികൾ, ഒഴിഞ്ഞു മാറ്റ പരിപാടികളൊക്കെ, അതൊക്കെ നമ്മൾ ഇപ്പം മാച്ചൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പം അതൊക്കെ പക്കയായിട്ട് നമ്മൾ പിടിക്കണം. പിന്നെ മറ്റേത് ഡയറക്ടർ പറയും നമ്മുടെ അടുത്ത്. ഡയറക്ടർക്ക് ബോക്സിങ് അറിയില്ലല്ലോ. അല്ല, ബോക്സിങ്ങിന് അവിടെ ഇഷ്ടംപോലെ നമ്മുടെ ഇമോഷൻസ് ഡയറക്ടർ ഇമോഷൻസിൻ്റെ ഞാൻ പറഞ്ഞത്. അത് ഡയറക്ടർ പറയും, അളിയ അത് സൂപ്പറാണ്, നമുക്ക് അടുത്ത പടത്തിൽ വേണമെങ്കിൽ ചെയ്യാം, ഈ പടത്തിൽ നമുക്ക് കുറച്ചുകൂടി താഴേക്ക് വരട്ടെ, അല്ലെങ്കിൽ പുള്ളി കൃത്യമായിട്ട് പുള്ളിക്കൊരു പ്ലാൻ ഉണ്ട്. പിന്നെ ഞാൻ പോയി ചോദിക്കും, ബ്രോ ഇതെങ്ങനെയുണ്ട്, ഇതാണോ വേണ്ടേ, അല്ലെങ്കിൽ അപ്പോൾ പുള്ളിക്ക് തന്നെ ഒരു ഇതുണ്ട്. കൃത്യമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരും എന്താണ് വേണ്ടതെന്നുള്ളത്. അത് കൺഫ്യൂഷൻ ഇല്ലാണ്ട് പറഞ്ഞു തരും. അപ്പം അത് ശ്രദ്ധിച്ച് പുള്ളി പറയണ കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ ഇതിനൊരു ഗ്രാഫ് ഉണ്ടല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മളത് പിടിച്ച് പോകുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക. പിന്നെ ബോക്സിങ്ങിന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ബോക്സ് ചെയ്യുമല്ലോ. ആ അഭിപ്രായത്തിലേക്ക് ഗോവിന്ദ് എത്തിയല്ലേ വേഗത്തിൽ? ആ അഭിപ്രായത്തിലേക്ക് വേഗത്തിൽ എത്തിയെന്നല്ലേ ഗോവിന്ദ്? അതെ ആ അഭിപ്രായത്തിലേക്ക് വേഗം എത്തി. കാരണം പഠിച്ചല്ലോ, 6 മാസം പഠിച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ പിന്നെ ഓക്കെ റീടേക്ക് ഒന്നും ഇല്ല. കൊച്ച ട്രെയിലറിൽ പറയുന്നത് തൊട്ട് ഏതെങ്കിലും ഒരു ഐറ്റം ഇടുമോന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഹുക്കോ ജാബോ ഒക്കെ. അതുകൊണ്ട് വലിയ പരിക്കില്ലാതെ അങ്ങോട്ട് പടം തീർക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ആയിരുന്നു നമുക്ക്. വേറൊരു കാര്യമുണ്ടല്ലോ, ഇപ്പം ചില ആക്ടേഴ്സ് എല്ലാവരും അവരുടെ പ്രിപ്പറേഷൻസ് കുറിച്ച് പറയുമ്പോൾ പെപ്പേടാണ്. കുറേ ആക്ടേഴ്സ് പറയുന്ന സാധനമുണ്ട്, ഇപ്പോൾ ഒരു മരണ സീക്വൻസോ അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളെക്കുറിച്ചുള്ള സീക്വൻസ് എടുക്കുമ്പം പേഴ്സണൽ ലോസ് അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ ഏതെങ്കിലും സാഡായ അനുഭവങ്ങൾ എടുക്കുന്ന. ഇപ്പോൾ ഇഡിയുടെ കാര്യത്തിൽ, അത് ബോക്സിംഗ് അടക്കമുള്ള കാര്യത്തിൽ ഒരു പേഴ്സണൽ ആയിട്ടുള്ളതിൽ അതിൻ്റെ ഒരു പേ ഓഫ് വില്ലൻ ഇടിക്കുമ്പം നമുക്ക് ജീവിതത്തിൽ ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത, ജീവിതത്തിൽ ഇടിക്കാൻ പറ്റാത്ത ഇടികൾ, അതിൻ്റെ ഒരു പേ ഓഫ് ആയിട്ടൊക്കെ പരിഗണിക്കുന്ന സിനാരിയോ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ എന്താണ് ഒരു ഇന്നർ മൈൻഡിൽ എങ്ങനെയാണ് അത്? ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഇടി തന്നെയാവോ, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടി ഇമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ ഇടിക്കാൻ പറ്റാതെ പോയത്? ഇല്ല, ഞാനങ്ങനെ ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നക്കാരനല്ല. ഞാൻ ഒരു പാവമാണ് സുഹൃത്തുക്കളെ, പാവമാണ്. അപ്പോൾ അങ്ങനെയല്ല, അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. ഇപ്പം നമ്മൾ ഏതെങ്കിലും സീനൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ഇപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സംഭവമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും ആ ഇമോഷൻ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പ്രോപ്പർ ആ സീൻ അത് ശരിക്കും അടിപൊളിയായിട്ട് മനസ്സിൽ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇമോഷൻ വരും. അതിൻ്റെ ഇടയിൽ വീട്ടിൽ മമ്മി കറി വെക്കുന്ന സാധനം കൂടി ആലോചിച്ചാൽ അതും കൂടി സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പം ഡയറക്ടർ പറയും നമുക്ക് ഒരാഴ്ച കൂടി നന്നായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ചിന്ത അതിനകത്ത് കൊണ്ടുവരണം. പക്ഷേ ഫൈറ്റിൻ്റെ കേസിൽ നമ്മൾ അങ്ങനെ
വേറെ അങ്ങനെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ശ്രദ്ധ ഒന്നും മാറരുതല്ലേ, ശ്രദ്ധ മാറിയിട്ടുണ്ട്. വേറെ ശ്രദ്ധ പോയിട്ട് കാര്യമില്ല. വേറെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും. അതിപ്പോൾ റിയൽ ലൈഫിലാണെങ്കിലും കിട്ടും, ഇവിടെ ആണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് അത് ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ ശരിക്ക് നമ്മളെപ്പോഴും പറയല്ലോ, ഫിലിമിലെ ആക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇടിയൊന്നും കിട്ടില്ല എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ നമുക്കറിയാം എല്ലാ ആക്ഷൻ കൊറിയോഗ്രാഫിക്കും ഒടിവോ ചതവോ കാലൊടിഞ്ഞോ കൈയൊടിഞ്ഞോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ടാവും. ഇത് ഈ ബോക്സിംഗ് ഫിലിമിൻ്റെ കാര്യത്തിൽ കമ്പയറിങ് മറ്റേ ജല്ലിക്കെട്ട് ടു RDX വരെയുള്ള ആക്ഷൻ വെച്ച് നോക്കുന്ന സമയത്ത് കുറഞ്ഞ പരിക്കുള്ള സിനിമയാണോ കുറഞ്ഞ ഇടി കിട്ടിയിട്ടുള്ള സിനിമയാണോ? ബാക്കിയുള്ള സിനിമകളെ വെച്ചിട്ട് ഇപ്പോൾ ജല്ലിക്കെട്ടിലാണെങ്കിൽ എനിക്ക് ആക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചുണ്ട് അവിടെ എനിക്ക് കുറേ സ്റ്റിച്ചിട്ട് കുറേ ദിവസം ഷൂട്ട് മാറ്റി വെച്ചിരുന്നു. പിന്നെ RDXൽ ഇതേപോലെ തന്നെ കിക്ക് ബോക്സിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഷോൾഡറിന് പണി കിട്ടി. അപ്പോൾ അല്ലാതെയും ഇപ്പം നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടിയൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഈ പടത്തിൽ ദൈവം സഹായിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ട് കിട്ടിയില്ല. പിന്നെ ഓപ്പോസിറ്റ് നമ്മുടെ ഇതിനകത്ത് ഓപ്പോസിറ്റ് ചെയ്തേക്കുന്നത് ഒരു ഫോറിനറാണ്. പുള്ളിയാണെങ്കിൽ പുള്ളിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു 8 പാക്കോ അതോ 10 പാക്കോ എന്തോ ഉണ്ട്. അത് പക്ക ഭയങ്കര സെറ്റപ്പായിട്ടുള്ള ബോഡിയും പരിപാടിയും അളിൻ്റെ തന്നെ കുറേ കിട്ടിക്കഴിച്ച് കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് നിന്നിട്ട് തന്നെയാണ് പരിപാടി ചെയ്തേക്കണത്. അല്ലെങ്കിൽ നല്ല നല്ല സുഖമായിരിക്കും. പെർഫോമൻസ് ആണെന്ന് ഓർമ്മിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ പടത്തിൽ ഒരെണ്ണം കിട്ടിയായിരുന്നു. ഒരു സീക്വൻസ് എടുക്കുന്ന സമയത്ത് ഒരു ഇടി കിട്ടിയായിരുന്നു മൂക്കിന്. അതെനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ ചെക്കനാണെങ്കിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ എന്തോ ആണ്. അപ്പോൾ അവൻ പെട്ടെന്ന് ഇടിച്ചപ്പോൾ എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല. മൂക്കിന് ഇടി കൊണ്ടിട്ട് ഞാൻ സീനിൻ്റെ ഇടയിൽ ഓടി. ഇവർ വിചാരിച്ച് എനിക്കൊന്ന് വട്ടായിരുന്നു. കാരണം അയ്യോ എന്ന് പറഞ്ഞിട്ട് കണ്ണീന്നൊക്കെ വെള്ളം വന്നു നമുക്ക്. അപ്പോഴാണ് ശരിക്കും ഇത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എന്നിട്ട് ആ പയ്യനെ ഇടിക്കുന്ന ഒരു സീനുണ്ട്. ആ പയ്യൻ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് ആ പയ്യന് കുറേ നേരത്തേക്ക് കിളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവനും കുറേ നേരത്തേക്ക് ഇങ്ങനെ തലം ഇങ്ങനെ മന്നിച്ചിരിക്കും. അത് കഴിയുമ്പോഴാണ് റീല വരുള്ളൂ. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടിയായിരുന്നു. ഇനി ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയും ക്രൂ കൂടിയുള്ള സ്ഥിതിക്ക് ക്രൂവിനോട് കൂടി ചോദിക്കാവുന്ന എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ. പെപ്പൻ്റെ അടുത്ത് എങ്ങനെ ചോദിച്ചാലും ജീവിതത്തിൽ ഒരു ഇടി പോലും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് പെപ്പെ സംസാരിക്കുന്നത്. പെപ്പെ പറയുന്നത് ബാക്കിയുള്ളവരല്ല. പെപ്പെ എങ്ങനെ പറയുന്നത്, ബാക്കിയുള്ള ആളുകൾ എങ്ങനെ പറയുന്നത്? ശരിക്കും ഇടി ഉണ്ടാക്കിയിട്ടില്ല, സത്യം പറയണോ? റിയൽ ലൈഫിൽ സാധാരണ ഞാൻ ഓടാറാണ് പതിവ്. അങ്ങനെ 1-2 സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അത്രേ ഉള്ളൂ. ബാക്കി നോക്കിയാൽ ഞാൻ പാവാ. അല്ല, ഇത് സ്ഥിരം ഓടുക അപ്പോൾ അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ചെറിയ രീതിയിൽ, വലിയ രീതിയിലില്ല. പെപ്പ ചേട്ടാ, ഇവിടെ ഹായ്. നമ്മുടെ ക്യാമ്പസിൽ ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഡിസൈനിൽ. അപ്പോൾ എൻ്റെ ചോദ്യം, ചേട്ടൻ്റെ പടത്തിലെല്ലാം ഒരു സിഗ്നേച്ചർ ഫൈറ്റ് ഉണ്ടാവും. ഇപ്പോൾ കൊണ്ടല് നോക്കുമ്പോൾ ഒരു കിക്ക് ഉണ്ടായിരുന്നു, ഇപ്പം തന്നെ RDXലാണെങ്കിലും. അപ്പോൾ ഈ സിനിമയിൽ ബോക്സിങ്ങിനകത്തേക്ക് എന്തെങ്കിലും റിയൽ ടൈം റെഫറൻസ് വല്ലതും പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട്? ഇപ്പോൾ സാർപ്പട്ട പരമ്പരയിൽ നിന്നുള്ള സിനിമ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ബോക്സിങ്ങിനെ പറ്റി കുറച്ചും കൂടെ നമുക്ക് ഓഡിയൻസിന് ഇൻസ്പിറേഷൻ കിട്ടുന്ന കുറേ സീക്വൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എന്തെങ്കിലും? അല്ല, എനിക്കങ്ങനെ ഞാൻ റോക്കി ഞാൻ കണ്ടായിരുന്നു ഈ പടത്തിന് വേണ്ടി. റോക്കി എന്ന് പറഞ്ഞ സിനിമ. പക്ഷെ ഞാൻ മെയിനായിട്ട് ഇത് എത്രത്തോളം ഭംഗിയായിട്ട് പഠിച്ചിട്ട് അത് നമ്മളെ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ അത് എൻ്റെ സ്റ്റൈലിൽ ഏറ്റവും ഭംഗിയായിട്ട് നൈസായിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സിഗ്നേച്ചർ പരിപാടി എന്ന് പറയാനായിട്ട് നമ്മളതിനകത്ത് ഹുക്ക്, ലെഫ്റ്റ് ഹുക്കോ റൈറ്റ് ഹുക്കോ അങ്ങനെ എന്തോ ആണ്. ഇല്ല, സിഗ്നേച്ചർ ഞാനത് വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു ബാബു ആൻ്റണി ചേട്ടൻ്റെ. അതിൽ പുള്ളി പറയുന്നുണ്ട് നിങ്ങളുടെ പഞ്ചിൻ്റെ ഒരു പവറിനെ പറ്റിയിട്ട് RDXനകത്ത്. പിന്നെ ഞാൻ കൊണ്ടല് കണ്ടപ്പോൾ അതിനകത്തൊരു ആ കടലിലേക്ക് കിക്ക് ചെയ്യുന്ന ഒരു സീനുണ്ടല്ലോ. സോ ഐ എം എക്സ്പെക്ടിങ് ദാറ്റ് കൈൻഡ് ഓഫ്. അതേപോലെ ഉണ്ട് പരിപാടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ബ്രോ സിനിമ ഉണ്ടോ? അടിപൊളിയായിരിക്കും. താങ്ക് യു. ഈ ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ്. യെസ്, മൈക്ക് തരാം. ഗുഡ് ഈവനിങ്.
നമ്മുടെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ഈ മോ ഇസ്മായിലിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? തിരക്കഥയിൽ ഒരു ഫോറിൻ ആക്ടർ വേണം, ആ തിരക്കഥ ഡിമാൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഓഡിഷൻ ചെയ്ത് ഫിക്സ് ചെയ്തത് മറ്റൊരാളെ ആയിരുന്നു. അപ്പോൾ ആൾക്ക് വിസ ഇഷ്യൂസൊക്കെ വന്നിട്ട് എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഷൂട്ടും തുടങ്ങേണ്ടി വന്നു. അപ്പോൾ ഷൂട്ട് തുടങ്ങുന്ന ടൈമിൽ പുറത്തൊരു കാസ്റ്റിംഗ് ഏജൻസിയെ നമ്മൾ സമീപിച്ചിരുന്നു. കാരണം അയാളുടെ ഷൂട്ട് അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നു. ടെക്നിക്കലി ദാറ്റ് വാസ് എ ലാസ്റ്റ് മിനിറ്റ് ഡിസിഷൻ. പെട്ടെന്ന് എടുത്ത ഡിസിഷനാണ്. ഓക്കെ, അയാളുടെ ഫോട്ടോ കണ്ടു, ഇഷ്ടപ്പെട്ടു, അയാളുടെ വീഡിയോസ് കണ്ടു, ഇഷ്ടപ്പെട്ടു, അയാൾ വന്നു. പക്ഷേ ദ വെരി ഫസ്റ്റ് ഡേ ഏറ്റവും ക്രൂഷ്യൽ ഒരു സീനാണ് ഷൂട്ട് ചെയ്യേണ്ടി വന്നത്. ബിക്കോസ് ആ ലൊക്കേഷൻ അന്ന് തീരുക. പക്ഷേ ഈ നെയിൽഡ് ഇറ്റ്. അയാളത് ബ്രില്യൻ്റ് ആക്ടർ. ആൻഡ് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. കാരണം അയാളുടെയും ഇന്ത്യയിലെ ഫസ്റ്റ് ഫിലിമാണ്. എനിക്ക് എനിക്കും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അയാളുടെ അടുത്ത എഫേർട്സും ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര ഗംഭീര ആക്ടറായിരുന്നു. ആൻഡ് യു വിൽ എക്സ്പീരിയൻസ് ഓൺ 14th. സോ ശബ്ദം, കാരണം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് പോയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ വാശി പിടിച്ച് ചോദിച്ച് മേടിച്ചത് അയാളെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിക്കാനാണ്. അപ്പോൾ ഞങ്ങളുടെ മോ 8th തിരിച്ചു വരും കേരളത്തിലേക്ക്. ആൻഡ് ഹി വിൽ ബി ഹിയർ ഫോർ ദ പ്രൊമോഷൻസ് ആൻഡ് ദ റിലീസ് ഡേറ്റ്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ എൻജോയ് ചെയ്യും. കാരണം എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഫിലിമാണ് സീസൺ. അപ്പോൾ അതിൽ ആ പുള്ളിക്കാരൻ വന്നപ്പോൾ അതുപോലെ മോയനെ ഇഷ്ടപ്പെടും. മോ ഹി ഡിസേർവ് ഇറ്റ്. ആൻഡ് സിനിമയുടെ ഒരു ബിഗർ ഹൈലൈറ്റ് അയാളുടെ പെർഫോമൻസും. അത് പടം കാണുമ്പോൾ മനസ്സിലാവും. താങ്ക് യു. That's a nice question. ഹലോ, പെപ്പയുടെ അടുത്താണ് ഒരു ക്വസ്റ്റ്യൻ അല്ല, ആക്ച്വലി സിനിമയിൽ വന്നത് തൊട്ട് എല്ലാ സിനിമകളിലും കാണാൻ പറ്റുന്നത് ഒരു ഫൈറ്റ് സീക്വൻസുകളാണ്. ഇപ്പം അങ്കമാലിയിലാണെങ്കിലും RDXിലാണെങ്കിലും കൊണ്ടലിലാണെങ്കിലും ഇപ്പോൾ ദാവീദിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിലും ഫൈറ്റ് ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ, ഈ ഒരു അടിപ്പടം എന്നുള്ളതല്ലാണ്ട് വിട്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു ജോണറിൽ ഒരു പടം എക്സ്പെക്റ്റ് ചെയ്യാവോ അടുത്തെങ്ങാനും? ഉറപ്പായിട്ടും ബ്രോ, നമ്മൾ നോക്കണ്ട്. ഇപ്പം ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ മനീഷേൻ്റെ അടുത്ത് പറഞ്ഞൊരു സംഭവം ഞാൻ ഇപ്പം പറയാം. RDX എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ ഇറങ്ങി. അപ്പോൾ ഞാൻ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറേ ഇമോഷണൽ സീൻസും മറ്റേ മാല പൊട്ടിക്കുമ്പോൾ കൈയടിക്കുന്നു, ഭയങ്കര തിയേറ്ററിലൊക്കെ ഭയങ്കര വൈബും ഭയങ്കര ഇതാണ്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ച സീൻ അതിനകത്ത് ഞാൻ വലിയ ഇതല്ല, കുഞ്ഞു തമാശകൾക്ക് ഞാനും ഷെയ്നൊക്കെ തമ്മിലുള്ള സീൻസിൽ തിയേറ്ററിൽ മൊത്തം ആൾക്കാരുടെ മുഖത്ത് ചിരി. അത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹൈ കിട്ടി. എനിക്ക് ഫൈറ്റിൻ്റെ ഇതിലല്ല എനിക്ക് ഹൈ കിട്ടിയത്. എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞ് കരച്ചിൽ വന്നു, ആൾക്കാരുടെ മുഖത്തെ ചിരിയും ഇതും കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പം ഞാനും അങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, റോം കോം അല്ലെങ്കിൽ അങ്ങനെ സിമ്പിളായിട്ടുള്ള പടങ്ങൾ ചെയ്യാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് പരിപാടികൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഭാവിയിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ സമയം അവസാനിച്ചത്. ദാവീദ് ഫെബ്രുവരി 14 ഇറങ്ങുകയാണ്. ഇപ്പോൾ ബോക്സിങ്ങിൽ തന്നെ ഒരു യുണീക്നെസ്, ബോക്സിംഗ് ഫിലിമിലൊരു യുണീക്നെസ് ഉണ്ടാക്കാവുന്ന സിനിമയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു പെപ്പെ ആൻഡ് ടീം ദാവീദ്. തുടർച്ചയായിട്ട് 7 ദിവസമായിട്ടാണ് ജെയിൻ്റെ ക്യാമ്പസിൽ വെച്ചിട്ട്, ജെയിൻ കൊച്ചി ക്യാമ്പസിൽ വെച്ചിട്ട് ക്യൂ സ്റ്റുഡിയോ ആയിട്ട് കൊളാബറേറ്റ് ഈ സെഷൻ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തത്. നോർമലി നമ്മളങ്ങനെ പുറത്ത് ചെയ്യുന്ന ഇൻട്രാക്റ്റീവ് സെഷൻസിലൊക്കെ ഒന്നുകിൽ കംപ്ലീറ്റ്ലി സ്റ്റുഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ നമുക്ക് ഇൻഫോ പാർക്ക് ക്യാമ്പസിലുള്ള ജെയിൻ ക്യാമ്പസിലെ സ്റ്റുഡൻസ്, മറ്റ് ഓൺട്രപ്രണേഴ്സ്, അങ്ങനെ ഒരുപാട് മേഖലയുള്ള ഭയങ്കര വേഴ്സറ്റൈൽ ഓഡിയൻസിനെ കിട്ടി എന്നുള്ളതും, അത് പേഴ്സണലി നമ്മൾ നോർമലി എക്സ്പെക്റ്റ് ചെയ്യുന്ന മൂവി ബഫായിട്ടുള്ള ആളുകളുടെ ക്വസ്റ്റ്യൻസിൻ്റെ അപ്പുറത്തേക്കുള്ള വളരെ ഫിലിമിനോട് എന്തൂസിയാസമുള്ള, അല്ലെങ്കിൽ ഫിലിമിനെ കുറിച്ച് നോളജ് പലതരത്തിൽ
അറിയാൻ ആഗ്രഹമുള്ള ഒരു വലിയൊരു ഓഡിയൻസിന് കിട്ടിയെന്നുള്ളൊരു ആനന്ദം കൂടി പങ്കുവയ്ക്കുന്നു. ഒപ്പം തന്നെ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ഗംഭീരമായൊരു തുടക്കമാണ് നടത്തിയത്. അതിനൊരു വലിയ വിസിബിലിറ്റിയും ഒരു ഗ്രാൻഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമാക്കാൻ സാധിച്ചതിന് ടോമിനും ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസിനും നന്ദി പറയുന്നു. താങ്ക് യു ടോം, താങ്ക് യു ജെയിൻ. Thank you, Manish, for curating this conversation and the rest of the wonderful conversations that you led for us as part of the Summit of Future 2025. വേദിയിലുള്ള ടീം ദാവീദിലെ എല്ലാവർക്കും നമ്മുടെ ഒരു സ്നേഹ സമ്മാനം നൽകാനായി നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ടോം ജോസഫിനെ വേദിയിലേക്ക് വീണ്ടും ക്ഷണിക്കുന്നു. ഫെബ്രുവരി 14 ഇടിയുടെ പൊടിപൂരവുമായി നമ്മുടെയൊക്കെ തിയേറ്ററുകളിലേക്ക് കടന്നു വരാൻ പോവുകയാണ് ദാവീദ്. മേക്ക് ഷുവർ that we will make the film a grand success as it deserves to be. സിനിമയുടെ പുറകിലെ ഒരുപാട് കഥകൾ ഇന്ന് നമ്മളോട് ഇവർ പങ്കുവച്ചു. ഞങ്ങളുടെ വിഷൻ സക്സസ്ഫുൾ ആയിട്ട് 14-ാം തീയതി തിയേറ്ററിലേക്ക് വരാൻ കാരണവും ടോം സാറാണ്. ഹി ഈസ് വൺ ഓഫ് അവർ പ്രൊഡ്യൂസർ ആൻഡ് താങ്ക് യു ടോം സാർ. ശരിക്കും ക്രൂ മെമ്പേഴ്സിന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സാറാണ് തലമൂത്ത ക്രൂ മെമ്പർ. തിരിച്ചു കൊടുക്കണം. Thank you. The Summit of Future 2025 വെന്യൂ 1 ഈ വേദിയിലെ അവസാന പരിപാടിക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചത്. മോസ്റ്റ് ഓഫ് യു വിൽ നോ ദാറ്റ് വി ഹാവ് some exciting performances happening in Jain University campus after this. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടെത്തണം. കലാശക്കൊട്ട അവിടെയാണ്. Thank you everyone once again for partaking this vision called the Summit of Future 2025. See you everyone again at the Summit of Future 2026. We are signing off from Venue 1. See you all in Jain University campus. Have a great evening.